Hello everyone, welcome to the session of ACCA AAA Decoding Examiner's Report. So basically, നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും റീസെൻ്റ്ലി കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം, ദാറ്റ് ഈസ് ACCA's മാർച്ച് ആൻഡ് ജൂൺ 2024 എക്സാം, ഇതിൻ്റെ എക്സാമിനേഴ്സ് റിപ്പോർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം എക്സാമിനേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് എക്സാമിനർ നമ്മുടെ അവിടെ കൺവേ ചെയ്യുന്നുണ്ടാവുക എന്തൊക്കെയാണ് ഈ പറയുന്ന പാസ്റ്റ് എക്സാംസിൽ കുട്ടികൾക്കുണ്ടായ വീക്ക്നെസ്, ഏതൊക്കെ ഏരിയാസിലാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് കുട്ടികൾ പെർഫോം ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ ഓരോ ആൻസേഴ്സും പ്രസൻറ്റ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ ആൻസേഴ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം, ഈ ഓരോ കാര്യങ്ങളുമായിരിക്കും നമ്മുടെ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. സോ ഈ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൻ്റെ തന്നെ ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡീകോഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെ ആയിരിക്കാം നമ്മുടെ ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന്. സോ ഇതിന് പുറമെ നമ്മൾ ഓൾറെഡി നമ്മുടെ റിവിഷൻ ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവിഷൻ ഫേസിൻ്റെ റെക്കോർഡിങ്സും യൂട്യൂബിൽ അവൈലബിൾ ആണ്, വിച്ച് ഈസ് കംപ്ലീറ്റഡ് ഓവർ 4 days. സോ ഇൻ അഡീഷൻ ടു ദിസ് എക്സാമിനേഴ്സ് റിപ്പോർട്ട് ആ സെഷനും എല്ലാവരും അറ്റൻഡ് ചെയ്യുക. പ്രോപ്പർലി എന്തൊക്കെയാണ് ട്രിപ്പിൾ ഓരോ ഇമ്പോർട്ടൻറ്റ് സിലബസ് ഏരിയാസിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് മനസ്സിലാവാനായിട്ട്. ഇനി ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ പേപ്പർ AAA അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്, നമുക്കറിയാം ഇവിടെ നമുക്ക് ഇൻ ടോട്ടൽ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ദാറ്റ് ഈസ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ യൂഷ്വൽ 50 മാർക്സ് ഏരിയ, വേ ബൈ 40 മാർക്സിന് നമുക്ക് ടെക്നിക്കൽ മാർക്സും 10 മാർക്സിൻ്റെ പ്രൊഫഷണൽ മാർക്സും ആയിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് പാർട്ട് ബി എന്ന് പറയുന്ന ഏരിയക്കകത്ത് നമുക്കറിയാം നമ്മൾ കുറേ പഠിച്ചു, നമുക്ക് 2 25 മാർക്സിൻ്റെ ഏരിയ കമ്പൈൻ ചെയ്ത് 50 മാർക്സിനാണ് അവിടെ ചോദിക്കുക. സോ ഈച്ച് ഓഫ് ദി 25 മാർക്സ് ക്വസ്റ്റ്യൻ്റെ അകത്ത് 5 മാർക്ക് ഈച്ച് വെച്ച് പ്രൊഫഷണൽ മാർക്സും ഉണ്ട്. സോ ഇൻ ടോട്ടൽ അവിടെ നമുക്ക് 20 മാർക്സിൻ്റെ ടെക്നിക്കൽ മാർക്സും 5 മാർക്സ് വെച്ച് പ്രൊഫഷണൽ മാർക്സും ആയിരിക്കും ചോദിക്കുക. സോ ആസ് വി നോ ഇൻ ദ ഓവറോൾ എക്സാം നമുക്ക് 80 മാർക്സിൻ്റെ ടെക്നിക്കൽ മാർക്കും 20 മാർക്സിൻ്റെ പ്രൊഫഷണൽ മാർക്സും ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സ്കോർ ബോത്ത് ദ ടെക്നിക്കൽ മാർക്സ് ആൻഡ് പ്രൊഫഷണൽ മാർക്സ് ഫ്രം ദിസ് ഏരിയ. സോ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഏരിയക്കകത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്ന്. സോ എല്ലാവരും ഇമ്പോർട്ടൻ്റ്ലി നോട്ട് ഡൗൺ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ആൻഡ് നമുക്ക് മുന്നോട്ട് പോവാം. ആൻഡ് നമ്മുടെ ഈ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമുക്ക് നമ്മുടെ AAA പേപ്പർ അറ്റൻഡ് ചെയ്യാം. ഓൾറൈറ്റ്. സോ അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമേ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഏരിയ ഓഫ് 50 മാർക്സ്. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ 50 മാർക്സ് ഏരിയ, ആസ് യൂഷ്വൽ നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ഏരിയാസിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 50 മാർക്സിൻ്റെ ഏരിയയിൽ ടിപ്പിക്കലി എല്ലാ എക്സാമിനും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക ഇറ്റ്സ് ഫ്രം ദ ഏരിയ ഓഫ് റിസ്ക് മെയിൻലി. ആൻഡ് റിസ്ക് തന്നെ നമുക്ക് ഓഡിറ്റ് റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാവാം, ബിസിനസ് റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാവാം, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് പ്ലസ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതും ആവാം. ഇതായിരിക്കും നമ്മുടെ വൺ ഓഫ് ദി കോർ ഏരിയ ഓഫ് ദി സിലബസ്. ഇനി നമുക്ക് ഇതിന് പുറമെ 50 മാർക്സിൻ്റെ ഏരിയയിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ദ ഏരിയ ഓഫ് എത്തിക്സ്. അതേപോലെ തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ബട്ട് അൺലൈക്ക് ഫോർ ദ പേപ്പർ AAA വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം കംപ്ലീറ്റ്ലി സിനാരിയോ ബേസ്ഡ് ആയിട്ടായിരിക്കും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി അതേപോലെ തന്നെ ദ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് സം തിയറിറ്റിക്കൽ ഏരിയാസ് ആസ് വെൽ. ബട്ട് ഈ തിയറി ഏരിയാസും പ്രോബബ്ലി സിനാരിയോനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ബട്ട് നമുക്ക് ആ ഒരു തിയറിറ്റിക്കൽ നോളജ് എത്രത്തോളം ഉണ്ടോ ആ ഒരു കോൺസെപ്ച്വൽ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് എക്സാമിന് ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ആൻഡ് ഈ സെയിം രീതിയിൽ തന്നെയാണ് ഈ പ്രാവശ്യത്തെ എക്സാമിനും, അതായത് മാർച്ച് ജൂൺ 2024 എക്സാംസിനും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്കറിയാം ഈ 50 മാർക്സിന്റെ ഫോമാറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും കുട്ടികൾ വരുത്താറുള്ള ഒരു മിസ്റ്റേക്ക് ആയിട്ട് എക്സാമിൽ പറയുന്ന ഒരു കാര്യമാണ്, 50 മാർക്സിന്റെ ഏരിയയിൽ ആളുകൾ എക്സാംസ് എഴുതുന്ന സമയത്ത് ആകെ ഫോക്കസ് ചെയ്യുന്നത് റിസ്കിന്റെ ഏരിയയിൽ മാത്രമാണെന്നാണ് പറയുക. സോ പലപ്പോഴും റിസ്ക് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മെയിൻ ഏരിയ ഓഫ് AAA ആണെങ്കിലും AAAക്കകത്തുള്ള 50 മാർക്സിന്റെ ക്വസ്റ്റ്യനിലെ മേജർ പോർഷൻ എന്ന് പറയുന്നത് ഒരിക്കലും റിസ്ക് അല്ല. ഈ പറയുന്ന എത്തിക്സും അതർ തിയറീസും അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ മേജർ പാർട്ടായിട്ട് വരിക. ബട്ട് സ്റ്റിൽ എക്സാമിൽ എഴുതുന്ന സമയത്ത് കുട്ടികൾ എല്ലാവരും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക റിസ്ക് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് അവർ പറയാറുള്ള ഒരു പ്രോബബിൾ ന്യായം ഇങ്ങനെയായിരിക്കും, അവരെപ്പോഴും പറയും റിസ്ക് പ്രോപ്പർലി എഴുതാൻ പറ്റി, ബട്ട് ബാക്കിയുള്ള ഏരിയാസ് എഴുതിയിട്ടില്ല, കുറച്ച് തിയറി വിട്ടു. ബട്ട് ഈ തിയറി വിട്ട് കളയുന്നതാണ് മേജർ പോർഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഹാവ് ടു ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് എപ്പോഴും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കണം നമ്മുടെ ബാക്കിയുള്ള ഏരിയാസിനും അതുപോലെ തന്നെ റിസ്കിന്റെ ഏരിയാസിനും 50 മാർക്സിൽ കൊടുക്കുന്നത്.
സോ ബേസിക്കലി എക്സാമിനർ പറയുന്നത് 50 മാർക്സിന്റെ ഏരിയ ആണ് നോർമലി കുട്ടികൾ പിന്നെയും കമ്പാരിറ്റീവ്ലി വെൽ പെർഫോം ചെയ്യാറുള്ളത് എന്നാണ് പറയുക. ആൻഡ് എക്സാമിനർ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, കാൻഡിഡേറ്റ്സ് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദേ ആർ വെരി മച്ച് ഫെമിലിയർ വിത്ത് സിനാരിയോ. സിനാരിയോനെ കുറിച്ച് വായിക്കുക എന്ന് പറയുമ്പോൾ ഫ്രം ദ വെരി ബിഗിനിങ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് തൊട്ടേ സിനാരിയോനെ പറ്റി വായിച്ചിട്ടുണ്ടാവണം. കാരണം ഇതൊരു ലിസ്റ്റഡ് കമ്പനിയാണോ, അതുപോലെ തന്നെ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണോ, ന്യൂ ക്ലയന്റ് ആണോ, ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുക നമ്മുടെ ക്വസ്റ്റിന്റെ ഏറ്റവും തുടക്കത്തിലാണ്. ആൻഡ് സെയിം ഇസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മാർക്ക് ദ ഇയർ ആൻഡ് റിപ്പോർട്ടിംഗ് ഡേറ്റ് ആസ് വെൽ. കാരണം അവരുടെ ഇയർ ആൻഡ് ഡേറ്റ് എന്നാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഇവൻസ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് പോലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടോ എന്നുള്ളതും അറിയാൻ പറ്റുള്ളൂ. ഇനി ന്യൂ ക്ലയന്റ് ആണോ, ന്യൂലി ലിസ്റ്റഡ് ആണോ, ഇതൊന്നും ഡയറക്റ്റ്ലി എടുത്തു പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മുടെ സിനാരിയോയ്ക്കകത്ത് എടുത്തു പറയുന്നതിന് പകരം അവർ ഡേറ്റ് വെച്ചിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡേറ്റ് വെച്ചിട്ട് തന്നെ നോക്കുക അതൊരു ന്യൂ ക്ലയന്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ന്യൂലി ലിസ്റ്റഡ് ആണോ, ഇയർ ആൻഡ് ഡേറ്റിന് മുന്നേ ആ സെയിം ഇയർ തന്നെയാണ് അപ്പോയിന്റഡ് അയക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ന്യൂ ക്ലയന്റ് ഓർ എ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ്. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ സിനാരിയോയ്ക്കകത്ത് വെനെവർ ദർ ഈസ് സംതിങ് സ്പെസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ഡേറ്റ്, നിങ്ങൾ നോക്കണം ആ ഒരു പർട്ടിക്കുലർ ഇവന്റ് ഉണ്ടായിരിക്കുന്നത് ബിഫോർ ദി ഇയർ എൻഡ് ആണോ ആഫ്റ്റർ ദി ഇയർ എൻഡ് ആണോ. ബിഫോർ ദി ഇയർ എൻഡ് ആണ് യു ക്യാൻ ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ നോർമൽ ഇവന്റ്. ആഫ്റ്റർ ദി ഇവന്റ് ആണെങ്കിൽ യു ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ആസ് ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർലി പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക ആ ഇവന്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ആണോ അതോ നോർമൽ ഇവന്റ് ആണോ എന്നുള്ള കാര്യം. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾ സിനാരിയോ വായിക്കണം എന്ന് പറയുന്നത്. സോ സിനാരിയോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർലി വായിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് സിനാരിയോയ്ക്കകത്തുള്ള ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോ റിസ്ക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതും ജസ്റ്റിഫൈ ചെയ്യുന്നതും എല്ലാം. പ്രൊസീജിയേഴ്സ് എഴുതുന്നതാണെങ്കിലും എത്തിക്കൽ ഇഷ്യൂസ് എഴുതുന്നതാണെങ്കിലും എല്ലാം പ്യൂർലി ബേസ്ഡ് ഓൺ സിനാരിയോ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ സിനാരിയോ വായിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യമേ പ്രോപ്പർലി ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക. ബിക്കോസ് സിനാരിയോ വായിക്കാൻ നല്ല ടൈം ആദ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആൻസേഴ്സ് എഴുതുമ്പോൾ ഒരുപാട് ടൈം എടുക്കില്ല. ബട്ട് നിങ്ങൾ ഇൻ കേസ് അങ്ങനെ ക്വിക്ലി ക്വസ്റ്റ്യൻ വായിച്ച് തീർക്കുന്നതിന്റെ ധൃതിയിൽ വായിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, റിപ്പീറ്റഡ്ലി വീണ്ടും 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 വായിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സോ അവോയ്ഡ് ദാറ്റ് സിറ്റുവേഷൻ. ഇനി നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, എക്സിബിറ്റുകൾ തമ്മിൽ ലിങ്കേജ് ഉണ്ടാവും. പലപ്പോഴും ഒരു എക്സിബിറ്റ് മറ്റൊരു എക്സിബിറ്റുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. ഒരു റിസ്കിനെ കുറിച്ച് പറഞ്ഞു വരുന്ന സമയത്ത് എക്സിബിറ്റ് 3-ക്കകത്തായിരിക്കും ഒരു റിസ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക, ബട്ട് അതിന്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവുക മേ ബി എക്സിബിറ്റ് 4-ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് കറസ്പോണ്ടിങ്ങിൽ എഴുതി പോകരുത്. എക്സിബിറ്റുകളെല്ലാം വായിച്ചു തീർത്തതിന് ശേഷം മാത്രമേ എഴുതാവുള്ളൂ. ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ 1-ൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഓൾ റിസ്ക് എന്താണെന്നുള്ളതാണെന്ന് വെച്ചോ. ആൻഡ് നമ്മളോട് എക്സിബിറ്റ് 2-ൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ന്യൂ ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു. ആൻഡ് ഈ ഫിനാൻസ് ഡയറക്ടർ ചിലപ്പോൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സജഷൻസ് കമ്പനിക്ക് കൊടുത്തേക്കുന്നതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ എക്സിബിറ്റ് 4-ലായിരിക്കും. സോ ഇത് രണ്ടും കൂടെ തമ്മിൽ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. സെയിം as ദാറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കോമ്പോസിഷൻ നോക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ് കൂടുതൽ, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് കുറവാണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഗീവ്സ് എ പോസിബിലിറ്റി ഓഫ് ഹാവിങ് എ കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ്. ആൻഡ് നമ്മളോട് ലേറ്റർ ഓൺ ഒരു 4th പാരഗ്രാഫിൽ പറയാണ് കമ്പനി ഒരു ന്യൂ ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ നടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് ബയസിന്റെ പോസിബിലിറ്റി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ്ലി സിഗ്നിഫിക്കൻസ് ഉള്ള രീതിയിൽ പറയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ എല്ലാ എക്സിബിറ്റുകളും വായിച്ചു തീർത്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാവുള്ളൂ. ബിക്കോസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സിബിറ്റുകൾ തമ്മിൽ ലിങ്ക് ഉണ്ടാവും. സോ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു ഇമ്പോർട്ടൻ്റ്ലി കൺസിഡർ വൈൽ റീഡിങ് ദി സിനാരിയോ. ദെൻ അതുകൊണ്ട് തന്നെയാണ് എക്സാമിനർ പറയുന്നത് എപ്പോഴും സഫീഷ്യന്റ് ആൻഡ് ആഡിക്വേറ്റ് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവണം ക്വസ്റ്റ്യൻ വായിക്കാനും പ്രോപ്പർലി ആൻസേഴ്സ് മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. ആൻഡ് ആൻസേഴ്സ് മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എഴുതി തുടങ്ങാവുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി പ്ലാൻഡ് ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ആൻസേഴ്സ് പ്രസന്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് ആസ് വി നോ ഫ്ലോ ഓഫ് ലാംഗ്വേജിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊഫഷണൽ മാർക്ക് കിട്ടുന്നുണ്ടാവും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്കോർ ദാറ്റ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പ്രോപ്പർലി വായിക്കുക. യു ഹാവ് ടു ബി വെരി മച്ച് തറവ് വിത്ത് ദ സിനാരിയോ. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വായിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് പാർട്ട്നേഴ്സ് ഇമെയിൽ. സോ പാർട്ട്നേഴ്സ് ഇമെയിലിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും പറഞ്ഞിട്ടുണ്ടാവുക. ആൻഡ് എക്സാമിനർ തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ പാർട്ട്നേഴ്സ് ഇമെയിൽ വായിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പാർട്ട്നേഴ്സ് ഇമെയിലിൻ്റെ അകത്താണ് നമ്മുടെ എല്ലാ റിക്വയർമെൻറ്റ്സും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ പാർട്ട്ണറിൻ്റെ ഇമെയിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രോപ്പർലി മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്തെ സിനാരിയോ വായിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടതെന്ന്.
കാരണം നമുക്ക് റിക്വയർമെൻറ്റ്സിനനുസരിച്ച് തന്നെ സിനാരിയോ വായിച്ചു പോകാനായിട്ട് പറ്റും. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്കറിയാം ഓരോ ആൻസേഴ്സും എങ്ങനെ പ്രസന്റ് ചെയ്യും, ഓരോ ആൻസേഴ്സിന് വേണ്ടിയിട്ട് എത്ര ടൈം അലോക്കേറ്റ് ചെയ്യണം, അതിൻ്റെ മാർക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ഇത് ഓരോന്നും കൺസിഡർ ചെയ്യണമെങ്കിലും നമുക്ക് പാർട്ട്നേഴ്സ് ഇമെയിലിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ്ലി വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ പാർട്ട്ണറിൻ്റെ ഇമെയിൽ വായിക്കാനായിട്ട് നോക്കുക. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ സിനാരിയോ ഹിയർ, നമുക്ക് ഇവിടെ തന്നേക്കുന്ന ഇമെയിലിൻ്റെ അകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് ബിസിനസ് റിസ്ക് എന്തൊക്കെയാണ് ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കൺസിഡർ ചെയ്യേണ്ടതാണ്, വിച്ച് ഇസ് ഫോർ 10 marks. ദെൻ അതിനുശേഷം നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വിത്ത് റിഗാർഡിംഗ് ഓപ്പറേറ്റിംഗ് ലൈസൻസ്, ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ്, ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്ട്രാക്ഷൻ. സോ ഇറ്റ് ഈസ് എ ബിറ്റ് ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്. സാധാരണ നമ്മളോട് ചോദിക്കാറ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ആൻഡ് അത് വെച്ച് നോക്കുന്ന സമയത്ത് സ്ലൈറ്റ്ലി ഒരു ഡിഫറൻസ് ഉണ്ട് ഇവിടെ. ബട്ട് അതേക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് റിക്വയർമെൻറ്റ്, അവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ്. ബട്ട് നമ്മൾ ക്ലോസ്ലി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഓൺ ഇമ്പയർമെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സ്പെസിഫിക്കലി ഫോർ CGU ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ്. സ്പെസിഫിക്കലി ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്ട്രാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചേക്കുന്നത്, വിച്ച് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ സിനാരിയോ. ആൻഡ് ഫൈനലി ബേസ്ഡ് ഓൺ ദ എക്സിബിറ്റ് ഇറ്റ്സെൽഫ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയറിൻ്റെ ഈ പറഞ്ഞേക്കുന്ന ഒരു പെർട്ടിക്കുലർ നോട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് ഓഡിറ്ററിന് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ഓഡിറ്റ് പ്ലാനിങ്ങിന് അത് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ള കാര്യവും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ അടുത്ത് റിക്വയർമെൻറ്റ്സിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത്. ഇൻ അഡീഷൻ ടു വിച്ച് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഇമെയിലിൻ്റെ അകത്ത് നമുക്കറിയാം നോർമലി നമ്മളോട് പാർട്ണർ കൺവേ ചെയ്യുന്നുണ്ടാവും ഏത് മെറ്റീരിയാലിറ്റി ബെഞ്ച് മാർക്ക് യൂസ് ചെയ്തിട്ടാണ് മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന്. സോ ബെഞ്ച് മാർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഇഫ് യു ലുക്ക് അറ്റ് ഇയർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഗ്രൂപ്പാണ് ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റേഴ്സിനും അതേപോലെ തന്നെ പ്രൊവൈഡേഴ്സ് ഓഫ് ഫിനാൻസിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ളത്. സോ ദേ ഹാവ് ആസ്ക്ഡ് us to calculate the overall materiality based on profitability of the company. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി സിനാരിയോയ്ക്കകത്തുനിന്ന് എടുക്കാനായിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്പെസിഫിക്കലി ഫ്രം ദ പാർട്ട്നേഴ്സ് ഇമെയിൽ. സോ പാർട്ട്നേഴ്സ് ഇമെയിലിനെ കുറിച്ച് നമ്മളൊരു പ്രോപ്പർ പിക്ചർ ആദ്യമേ തന്നെ ഉണ്ടാക്കി വെക്കുക. ഇനി ഇതിന് ശേഷം എക്സാമിനർ പറഞ്ഞേക്കുന്ന കുറച്ച് ജനറൽ കമൻസ് ആണ്. എക്സാമിനർ മെയിൻലി പറയുന്നൊരു കാര്യമാണ് കാൻഡിഡേറ്റ്സ് പ്രോപ്പർലി ആൻസർ പ്രിപ്പയർ ചെയ്തവർക്ക് ഡെഫിനറ്റ്ലി എക്സാമിനർ പ്രോപ്പർ മാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പ്രോപ്പർലി ആൻസർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് കൊണ്ട് എക്സാമിനർ ഉദ്ദേശിക്കുന്നത് ദ ആൻസർ ഹാവ് ടു ബി സ്പെസിഫിക് ടു ദ സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസേഴ്സ് തന്നെ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് കാൻഡിഡേറ്റ്സ് എവിടെയൊക്കെയാണോ ടെയിലേർഡ് ആയിട്ട് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് റിക്വയർമെൻറ്റും ഫോക്കസ് ചെയ്ത ആൻസേഴ്സ് എഴുതിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഹൈ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് കാണിച്ചിട്ടുള്ളത്, അവിടെയൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ നമുക്കറിയാം മെയിൻലി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് ആൻസേഴ്സ് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്കുള്ള ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കോൺസെപ്ച്വൽ നോളജ് മാത്രം യൂസ് ചെയ്ത് ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മാർക്ക് കിട്ടില്ല. യുവർ ആൻസേഴ്സ് ഹാവ് ടു ബി ടൈലർഡ് ടു ദ സിനാരിയോ. ഇനി നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സാമിനർ എപ്പോഴും പറയുന്ന കാര്യമാണ്, റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വെയ്ഗ് ആൻസേഴ്സിൻ്റെ കേസ്. ആൻഡ് വെയ്ഗ് ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ എക്സാമിന് അവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, അവിടെ ഒരിക്കലും കോൺസെപ്ച്വൽ നോളജ് ഇല്ലാണ്ട് എഴുതി എന്നുള്ളതല്ല. ദ സ്റ്റുഡൻസ് ഹാവിങ് നോളജ് പാർട്ട്, പക്ഷെ അവർ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, സിനാരിയോനെ ബേസ് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതുന്നില്ല എന്നുള്ളതാണ് എക്സാമിനർ അവിടെ പലപ്പോഴും കാണുന്ന പ്രോബ്ലം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ദ ആൻസേഴ്സ് ആർ നോട്ട് ടൈലർഡ് ടു ദ സിനാരിയോ. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള മാർക്സ് സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി ജനറിക് റെസ്പോൺസസ് എഴുതുന്ന സമയത്ത് നമ്മൾ പറയാണ് ഇവിടെ മാർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ബട്ട് അവിടെ കിട്ടുന്ന മാർക്ക് വളരെ ലിമിറ്റഡ് മാർക്ക് മാത്രമായിരിക്കും ജനറിക് റെസ്പോൺസസിന് കിട്ടുന്നുണ്ടാവുക. സോ ദിസ് ഈസ് വാട്ട് ദ സ്റ്റുഡൻസ് നീഡ്സ് ടു കൺസിഡർ വൈൽ ഗിവിംഗ് ദ ആൻസേഴ്സ്. സോ വെനെവർ യു ഗീവ് യുവർ ആൻസർ ഇറ്റ് ഷുഡ് ബി ടൈലേർഡ് ആൻഡ് സ്പെസിഫിക് ടു ദ സിനാരിയോ. സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ആൻസേഴ്സ് എഴുതാനായിട്ട് പാടുള്ളൂ. ഓക്കെ, യാ. So now let's move on to the first question. So it's a requirement number A. Evaluate the significant business risk to be considered in planning the group audit. So ഗ്രൂപ്പിൻ്റെ ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ബിസിനസ് റിസ്ക് ആണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് എക്സാമിനർ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ അകത്ത് കാൻഡിഡേറ്റ്സിന് നമ്മുടെ സിനാരിയോയ്ക്കകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ തന്നെ യൂസ് ചെയ്തിട്ട് വേണം ബിസിനസ് റിസ്ക് ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് റിസ്ക് എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കാം. നമുക്കറിയാം എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻറ്റ് കണ്ടീഷൻ കാരണം കൊണ്ടോ ഒരു ഇവൻറ്റ് കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സർക്കംസ്റ്റൻസ് കാരണം കൊണ്ടോ കമ്പനിയായിട്ട് എടുത്തൊരു ആക്ഷൻ കാരണം കൊണ്ടോ കമ്പനി എടുക്കാത്ത ഒരു ഇനാക്ഷൻ കാരണം കൊണ്ടോ
കമ്പനിക്ക് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെയാണോ കമ്പനിയുടെ സ്ട്രാറ്റജീസ് അത് കമ്പനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അതും അല്ലെങ്കിൽ കമ്പനി ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവാണ് ചൂസ് ചെയ്തത്. സോ ഇതിനെ എല്ലാത്തിനെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് ബിസിനസ് റിസ്ക്. സോ ഒരു കമ്പനിക്ക് അൾട്ടിമേറ്റ്ലി സിമ്പിളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണോ അവരുടെ ഗോൾ അല്ലെങ്കിൽ ലോങ് ടേം അച്ചീവ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്, അത് അച്ചീവ് ചെയ്യാൻ പറ്റൂല്ലാത്ത അവസ്ഥേനെയായിരിക്കും നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ സിനാരിയോ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ വട്ടവും ചിന്തിക്കേണ്ട ഇതാണ്, ഈ പറഞ്ഞേക്കുന്ന ഒരു പെർട്ടിക്കുലർ സിനാരിയോയ്ക്കകത്ത് എന്തായിരിക്കും കമ്പനിക്ക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യില്ല എന്നുള്ള സിറ്റുവേഷനിലേക്ക് കമ്പനീനെ എത്തിക്കുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾ ജനറൽ ആയിട്ട് അത് പറഞ്ഞു വെച്ചാൽ പോരാ, സ്പെസിഫിക്കലി ഈ കമ്പനീനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് തന്നെ പറയണം. സോ നിങ്ങൾ സിനാരിയോയ്ക്കകത്തുനിന്ന് ബിസിനസ് റിസ്കിൻ്റെ ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ അത് എന്തുകൊണ്ടാണ് ബിസിനസ് റിസ്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് ഫൈനലി അത് എങ്ങനെയാണ് ഈ കമ്പനീനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുക, സ്പെസിഫിക്കലി ഇൻ ദിസ് കേസ് ഗ്രൂപ്പിനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പറയണം. സോ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രൂപ്പിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ മാർജിനെ ആയിരിക്കാം, നോർമലി ക്യാഷ് ഫ്ലോയിനെ ആയിരിക്കാം, അതുമല്ലാന്നുണ്ടെങ്കിൽ കമ്പനിയുടെ റവന്യൂ സ്ട്രീംസ് ആയിരിക്കാം, റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് നെയിം, ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഓൾറെഡി ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ആ ഗുഡ് വില്ലിനെ അഫക്ട് ചെയ്യുന്നതായിരിക്കാം, ഇനി കമ്പനിയുടെ ഏതെങ്കിലും പൊട്ടൻഷ്യൽ കോൺട്രാക്ട്സ് ക്യാൻസൽ ആവും, അത് കാരണം കൊണ്ട് കമ്പനിയുടെ റവന്യൂ സ്ട്രീംസ് അഫക്റ്റഡ് ആവും എന്നുള്ളതായിരിക്കാം. ഇങ്ങനെ നമ്മുടെ എൻറ്റിറ്റിയിൽ വരാൻ പോകുന്ന ഇമ്പാക്ട് എന്താണോ, അല്ലെങ്കിൽ കമ്പനിയുടെ ലോങ് ടേം ഗോയിങ് കൺസേൺ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, ഇതിന് ഓരോന്നിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ആൻസേഴ്സ് എഴുതുമ്പോൾ സിനാരിയോയ്ക്കകത്ത് നോക്കണം, ലോജിക്കലി ആലോചിച്ച് നോക്കുക ഇതെങ്ങനെയാണ് ഈ ഗ്രൂപ്പിനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് സ്പെസിഫിക്കലി എക്സാമിനർ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിസിനസ് റിസ്കുകൾ ഓരോന്നും ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിനെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യും എന്ന് പറയണം എന്ന് പറഞ്ഞു. ആൻഡ് അഫക്റ്റ് ചെയ്യുന്നത് എത്ര സിവിയർ ആയിട്ടാണ് എന്ന് മാത്രം നോക്കിയാൽ പോരാ, ലൈക്ലിഹുഡ് ഓഫ് ഒക്കുറൻസും നോക്കണം. അതായത് ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം. അപ്പം നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. മാഗ്നിറ്റ്യൂഡ് നോക്കണം, വിച്ച് മീൻസ് എത്ര വലിയ ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക ഇത് ഉണ്ടായി കഴിഞ്ഞാൽ. രണ്ട്, ലൈക്ലിഹുഡ്, ഇത് ഉണ്ടാവാൻ സാധ്യത എത്രത്തോളം ഉണ്ട്. ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ളതും അതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഏതാണോ അത് വേണം നിങ്ങൾ സിഗ്നിഫിക്കൻറ്റ് ബിസിനസ് റിസ്ക് ആയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സിനാരിയോയ്ക്കകത്ത് ചിലപ്പോൾ കൗണ്ടർ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ റിസ്ക് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളോട് പറയാണ് കമ്പനിക്ക് ഒരു സിംഗിൾ സപ്ലയർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോർമലി അവിടെ പറഞ്ഞു പോകും കമ്പനിക്ക് ഒരു സിംഗിൾ സപ്ലയർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇൻ കേസ് എങ്ങാനും ഈ സപ്ലയർ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഡിലേ വരുത്തി കഴിഞ്ഞാൽ ഇറ്റ് മൈ ലീഡ് ടു ഹോൾട്ട് ഇൻ പ്രൊഡക്ഷൻ. ഓൺ ടൈം നമുക്ക് കസ്റ്റമർ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമേഴ്സ് ഡിസ്സാറ്റിസ്ഫൈഡ് ആവും, നമ്മുടെ കമ്പനിക്ക് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും, സെയിം as ദാറ്റ് റെപ്യൂട്ടേഷണൽ ഡാമേജസ് ഉണ്ടാവും. ഇതാണ് നമ്മൾ പറയുന്ന ആ ഒരു ലെങ്തി ആയിട്ടുള്ള റിസ്ക്. ഇത് നമ്മൾ ഫെർദർ എക്സ്പ്ലെയിൻ ചെയ്യണം ബേസ്ഡ് ഓൺ സിനാരിയോ. ബട്ട് പിന്നീട് താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് ടു അവോയ്ഡ് ദിസ് കമ്പനി പുതിയതായിട്ട് മൾട്ടിപ്പിൾ കോൺട്രാക്ട്സ് പുതിയ വെൻഡേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സപ്ലൈയേഴ്സ് ആയിട്ട് സൈൻ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോ ലോങ്ങർ എ റിസ്ക്. അപ്പോൾ നിങ്ങൾ ഫുൾ സിനാരിയോ വായിക്കാണ്ട് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് മാത്രം റിസ്ക് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. കാരണം ആ സിനാരിയോയ്ക്കകത്ത് ആസ് ഓഫ് നൗ ഇപ്പോൾ ആ റിസ്ക് പ്രസന്റ് അല്ല, അത് ഓൾറെഡി കൗണ്ടർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി കൗണ്ടർ ചെയ്തിട്ടുള്ള റിസ്കുകളോ, അതായത് നമ്മൾ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ആക്ഷൻ എടുത്ത റിസ്കുകളോ, അല്ലെങ്കിൽ ലോ ലൈക്ലിഹുഡ് ഉള്ള റിസ്കുകളോ നമ്മൾ ആൻസറിൻ്റെ അകത്ത് പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ലൈക്ലിഹുഡ് ഉള്ള റിസ്കുകളെ കുറിച്ച് മാത്രം നമ്മൾ ബിസിനസ് റിസ്ക് ആയിട്ട് പറഞ്ഞാൽ മതി. ഇനി നമ്മളോട് പറഞ്ഞു അതുപോലെ തന്നെ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ വേണം നമ്മൾ എപ്പോഴും ആൻസേഴ്സ് എഴുതാൻ. നമ്മൾ സിനാരിയോ പ്രോപ്പർലി നോക്കുക, സിനാരിയോ നോക്കി നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റിന്റെ ബേസിസ് വേണം നമ്മൾ ഓരോ റിസ്ക്കും പിക്ക് ചെയ്യാൻ. ആൻഡ് നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു ഓവറോൾ കമൻറ്റ് ഇതാണ്, നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രയർ എക്സാമിന് അറ്റൻഡ് ചെയ്ത എല്ലാവരും ഓൺ ആൻ ആവറേജ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ റിക്വയർമെൻറ്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുക. ആൻഡ് പ്രോപ്പർലി അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ നമുക്കറിയാം ഈ ഒരു സിനാരിയോയ്ക്കകത്ത് ഓൾമോസ്റ്റ് നമ്മളോട് പറഞ്ഞൊരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസ്കുകളെ കുറിച്ചും ഹൈലി റെഗുലേറ്റഡ് മാർക്കറ്റിനെ കുറിച്ചും ഇൻ കേസ് എങ്ങാനും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് അല്ലെങ്കിൽ ഓയിൽ സ്പിൽസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ഉണ്ടാവാൻ പോകുന്ന റെപ്യൂട്ടേഷണൽ ഡാമേജിനെ കുറിച്ചും അവിടെ ഉണ്ടാകുന്ന സിഗ്നിഫിക്കൻറ്റ് കോസിനെ കുറിച്ചും എല്ലാം ആൻസറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അവർ പറയാണ് കൂടുതൽ എക്സ്റ്റെൻസീവ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളവർക്കാണ് ഹൈ മാർക്സ് കിട്ടിയിട്ടുള്ളത്. വിച്ച് മീൻസ് അതായത് ജസ്റ്റ് ബേസിക് ആയിട്ട് ഈ ഓയിൽ ആൻഡ് പെർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ കുറിച്ച് പറയുന്നതിന് പകരം അവിടെ ഇൻ കേസ് എങ്ങാനും ഇഫ് സംതിങ് ഗോസ് റോങ് വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഇമ്പാക്ട് ഇൻ ദ കമ്പനി,
അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അൺസെർട്ടനിറ്റി ഇൻ ദ കോസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് പ്ലാറ്റ്ഫോംസിൻ്റെ ഡീകമ്മീഷനിങ്ങിനെ കുറിച്ച് പറയുകയാണ്. അപ്പം ചില കുട്ടികൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക ഡീകമ്മീഷനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കോസ്റ്റ് ഉണ്ടാവും, ആ കോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും മാത്രമാണ്. പക്ഷേ കോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് എന്നുള്ളത് മാത്രമല്ല, കമ്പനീനെ സംബന്ധിച്ച് എന്തായിരിക്കും, ഒരു അൺസെർട്ടൈൻ കോസ്റ്റ് ആയിരിക്കും. എത്ര ഹ്യൂജ് ആയിട്ടുള്ള കോസ്റ്റാണ് അവിടെ വരാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല. ആൻഡ് മോറോവർ ഈ ഡീകമ്മീഷനിങ് നടക്കുന്ന സമയത്ത് അവിടെ കുറേ കൂടി ലെങ്തിയർ ആയിട്ടുള്ള ടൈം പീരീഡ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക നമുക്ക് ഈ ഒരു ഡീകമ്മീഷനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു സമയത്തും കമ്പനിയുടെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രപ്റ്റഡ് ആവും. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഫ്യൂച്ചറിലേക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളതും കൂടി ചിന്തിച്ച് പറഞ്ഞാലായിരിക്കും നമുക്ക് ആ ഗ്രൂപ്പിൻ്റെ പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റുക. ഇനി അവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നൊരു കാര്യമാണ്, ചില കുട്ടികളുടെ ആൻസേഴ്സ് ഒരുപാട് എക്സ്പ്ലെയിൻഡ് ആയിരുന്നില്ല. സോ ഡെഫിനറ്റ്ലി അവിടെ അവർക്ക് കിട്ടുന്ന മാർക്കും കുറവായിരിക്കും. ആൻഡ് ഇവിടെ പലപ്പോഴും ആൻസേഴ്സ് കംപ്ലീറ്റ് അല്ല അല്ലെങ്കിൽ വെയ്ഗ് അല്ല എന്ന് പറയുന്നത് ഒരു റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞു, സിനാരിയോ സ്പെസിഫിക് ആയിട്ട് എഴുതാത്തതുകൊണ്ടാണ്. ഇനി സിനാരിയോ സ്പെസിഫിക് ആയിട്ട് എഴുതുന്നവരും ഉണ്ട്. അവിടെ ഒരു ലിമിറ്റേഷൻ പറഞ്ഞേക്കുന്നതാണ്, ഈ ഒരു പെർട്ടിക്കുലർ റിസ്ക് എങ്ങനെയാണ് ഗ്രൂപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കമ്പനീനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരെല്ലാം പറയാൻ ഫെയിൽ ആവുന്നത്. സോ പലപ്പോഴും റിസ്ക് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്, അത് എന്തുകൊണ്ടാണ് റിസ്ക് ആവുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്, പക്ഷേ ഇമ്പാക്റ്റ് എഴുതുന്നില്ല എന്നുള്ളൊരു കേസ് വന്നു കഴിയുമ്പോഴത്തേനും വി വിൽ ലൂസ് എ മാർക്ക്. സോ യു ഹാവ് ടു ഗീവ് ദ ഇമ്പാക്ട് പ്രോപ്പർലി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഓവറോൾ ഇൻ ദിസ് സെഷൻ ഇവിടെ സഫിഷ്യൻറ്റ് റിസ്കുകൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റുഡൻസ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മജോറിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ് ഒരുപാട് ബുദ്ധിമുട്ട് കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ബിസിനസ് റിസ്ക് പിക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇംപ്ലിക്കേഷൻ കാണിക്കാനായിട്ടും. ബട്ട് നമ്മൾ പറഞ്ഞു ഡിഫറൻഷിയേറ്റർ ബിറ്റ്വീൻ സ്ട്രോങ്ങർ ആൻഡ് വീക്കർ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് ഇവാലുവേറ്റ് ചെയ്ത് അവിടെ പ്രൊഫഷണൽ മാർക്ക് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗീവ് ദ ആൻസർ സ്പെസിഫിക് ടു സിനാരിയോ, യു ഹാവ് ടു ഇൻക്ലൂഡ് ദ റിസ്ക്, യു ഹാവ് ടു എക്സ്പ്ലെയിൻ വൈ ഇറ്റ്സ് എ റിസ്ക് ആൻഡ് യു ഹാവ് ടു ഷോ ദ ഇമ്പാക്ട് ഇൻ ദ കമ്പനീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്. അങ്ങനെ നമ്മൾ പ്രോപ്പർലി പറഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് കംപ്ലീറ്റ്ലി അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ആൻഡ് വിച്ച് വാസ് എ ക്വസ്റ്റ്യൻ ഓൺ 10 മാർക്സ്. സോ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ബിസിനസ് റിസ്കിൻ്റെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ഡയറക്ട്ലി ഉള്ള അടുത്ത ഏരിയ ആണ് ദ റിക്വയർമെന്റ് നമ്പർ ബി വിച്ച് ഈസ് ബേസ്ഡ് ഓൺ 14 മാർക്സ് ഏരിയ. സോ അപ്പോൾ നമ്മളോട് ഈ ഒരു പെർട്ടിക്കുലർ റിക്വയർമെന്റിൻ്റെ അത് ചോദിച്ചേക്കുന്നത് ഓപ്പറേറ്റിംഗ് ലൈസൻസ്, ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സ്, ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്ട്രാക്ഷൻ പ്ലാറ്റ്ഫോംസ്, ഈ 3 കാര്യത്തിനെ ബേസ് ചെയ്ത് എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ ഫോളോയിങ് ഇഷ്യൂസ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്. സോ നമ്മളോടത് പ്രോപ്പർലി ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞു. സോ എക്സാമിനറും നമ്മുടെ അടുത്ത് പറയുന്നത് ഒരു സെയിം കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് മേ ബി ഇപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കൺഫ്യൂഷൻ. നമുക്ക് സാധാരണ എക്സാമിന് കാണാറുള്ള റിക്വയർമെൻറ്റിൽ നിന്നും ദിസ് ഈസ് എ സ്ലൈറ്റ് ഡിഫറെൻറ്റ് വൺ. ആൻഡ് ഈ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിനർ പറയുന്ന ഇത്രയേ ഉള്ളൂ, ബിക്കോസ് ദർ ഈസ് നത്തിങ് മച്ച് ചേഞ്ച്ഡ് ഓവർ ഹിയർ. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ഫോമാറ്റിൻ്റെ അകത്തൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതല്ലാതെ നമുക്ക് വേണ്ട ടെക്നിക്കൽ നോളജിലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട പ്രൊഫഷണൽ സ്കിൽസിലോ യാതൊരു മാറ്റവും വന്നിട്ടില്ല. സാധാരണ നിങ്ങൾ റിസ്കിൻ്റെ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ ജസ്റ്റിഫൈ ചെയ്യാണ് ചെയ്യുക എന്തുകൊണ്ടാണ് അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. മേ ബി ഫ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും, ലൈക്ക് പോസിബിലിറ്റീസ് ഓഫ് ഹാവിങ് ഹൈ മാനേജ്മെന്റ് ബയസ്, റീസെന്റ് ഇക്കണോമിക് അക്കൗണ്ടിങ് ഓർ അതർ ഡെവലപ്മെന്റ്സ് ആവാം, അതുമല്ല എന്നുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആവാം, അൺയൂഷ്വൽ ട്രാൻസാക്ഷൻസ്, സെയിം എസ് ദാറ്റ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നമ്മൾ പറഞ്ഞു. സോ ഇങ്ങനെയുള്ള ഓരോരോ കോംപ്ലക്സ് ട്രീറ്റ്മെന്റ്സും ഒക്കെയാണ് നമ്മൾ ഹൈലി ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതേ സ്ഥാനത്ത് നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, എക്സാമിനർ നമുക്ക് ഓൾറെഡി ചൂസ് ചെയ്ത് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആയിട്ട് തന്നിട്ടുണ്ട് കാര്യങ്ങൾ 3 സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസ്കുകൾ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇതിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റിഫൈ ചെയ്ത് പോയാൽ മതി. സോ ഇഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹൈലി കോംപ്ലക്സ് ട്രീറ്റ്മെൻറ്റ്, അതുകൊണ്ട് അതിനെ സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം ബിക്കോസ് ഓഫ് ഇറ്റ്സ് കോംപ്ലക്സിറ്റി എന്നുള്ള കാര്യം പറയുക. പോസിബിലിറ്റി ഓഫ് ഹാവിങ് മാനേജ്മെന്റ് ബയസ് എന്തെങ്കിലും സിനാരിയോക്കകത്തുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് പറയുക. അപ്പോൾ അതെന്താണോ അതിനൊപ്പം ഒന്നെങ്കിൽ നിങ്ങൾ ഓരോ റിസ്കിനെയും കൊടുത്ത് ജസ്റ്റിഫൈ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് ആ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്താണെങ്കിലും ജസ്റ്റിഫൈ ചെയ്താൽ മതി. ഇനി നിങ്ങൾ പ്രോപ്പർലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എക്സാമിനർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ആൻസറിൻ്റെ പ്രസൻറ്റേഷൻ വളരെയധികം എക്സാമിനറിനെ ഡിസാറ്റിസ്ഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. അതിന് മേജർ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വീണ്ടും 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 ജനറിക് ആയിട്ടുള്ള ആൻസേഴ്സ് തന്നെയാണ് എഴുതുന്നത്. നോബഡി ഈസ് ഗിവിങ് ആൻസേഴ്സ് സ്പെസിഫിക് ടു സിനാരിയോ. സിനാരിയോക്കകത്ത് എന്തോ കാര്യത്തെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ എന്തിനെക്കുറിച്ചോ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് എക്സാമിനർ പറയുന്നത്. ആൻഡ് സ്പെസിഫിക്കലി എക്സാമിനർ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളോട് ഇവിടെ 3 കാര്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് റിസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് പിക്ക് ചെയ്യാൻ പറഞ്ഞു.
എന്നിട്ടും അതേക്കുറിച്ച് പറയാതെ ജനറിക് ആയിട്ടുള്ള ആൻസേഴ്സ് തന്നെയാണ് സ്റ്റുഡൻസ് പറഞ്ഞു പോയിരിക്കുന്നത്. റിക്വയർമെന്റ് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല എന്നാണ് എക്സാമിനർ പറയുന്നത്. സെയിം as that, ഈവൻ ദോ റിക്വയർമെന്റ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും സിനാരിയോനെയും ബേസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് എഴുതിയേക്കുന്നത്. എവിടെയോ ഒന്നും ബന്ധമില്ലാത്ത ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ ദേ വോണ്ട് ഗിവ് യു എനി മാർക്സ്. ആൻഡ് നമുക്കറിയാം ഇവിടെ സ്പെസിഫിക്കലി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയാലിറ്റി ത്രെഷോൾഡ് എത്രയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണം. ആൻഡ് അതേപോലെ തന്നെ അത് നിങ്ങൾ ബ്രീഫിംഗ് നോട്ടിനകത്ത് മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മെറ്റീരിയാലിറ്റി ത്രെഷോൾഡ് നമുക്കറിയാം പണ്ട് മേ ബി ഒരു 1 year ബാക്ക്, 1.5 years ബാക്ക്, 2 years ബാക്ക് എങ്ങനെയായിരുന്നോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഇറ്റ് വാസ് പ്യൂർലി ബേസ്ഡ് ഓൺ യുവർ ജഡ്ജ്മെന്റ്. യു ക്യാൻ ചൂസ് എനി ബെഞ്ച് മാർക്ക് ആൻഡ് നിങ്ങളത് ജസ്റ്റിഫൈ ചെയ്താൽ മതിയായിരുന്നു. ആൻഡ് ജസ്റ്റിഫിക്കേഷൻ്റെ ആവശ്യമില്ലായിരുന്നു ഒരുപാട്, ടു ബി ഫ്രാങ്ക്. ബട്ട് ഇപ്പം നമുക്കറിയാം പാറ്റേൺ കംപ്ലീറ്റ്ലി മാറി. നമ്മുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് എക്സാമിനർ നമ്മളോട് ഏതാണോ യൂസ് ചെയ്യാൻ പറയുന്ന ബെഞ്ച് മാർക്ക് അത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ആൻഡ് എക്സാമിനറിൻ്റെ കമൻറ്റ്സ് അതേപോലെ തന്നെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഫഷണൽ മാർക്സ് കിട്ടുള്ളൂ. ആൻഡ് എസ്പെഷ്യലി നമുക്കറിയാം ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു പർട്ടിക്കുലർ ഇമെയിലിൻ്റെ അകത്തും അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായി പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിൽ തന്നെ നമ്മളോട് മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ. എക്സാമിനർ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കമൻ്റ് ആണ്. ഇത്രയൊക്കെ എക്സാമിനർ പറഞ്ഞിട്ടും സ്റ്റുഡൻസ് ആരും അത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നാണ് എക്സാമിനർ പറയുന്നത്. ആൻഡ് സ്പെസിഫിക്കലി ഇവിടെ എക്സാമിനർ പറയുന്നുണ്ട്, ഇവിടെ നമുക്ക് റിക്വയർമെൻറ്റ്സിൻ്റെ അകത്ത് കാൻഡിഡേറ്റ്സിനോട് ഏതാണോ കാൽക്കുലേഷൻ യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഇൻ ലൈൻ വിത്ത് ദാറ്റ് ആൻഡ് നമ്മളോട് സിലബസിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന മെറ്റീരിയാലിറ്റി ത്രെഷോൾഡുകൾ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. നമുക്കറിയാം പ്രോഫിറ്റിൻ്റെ 5 to 10% ആണ് നമ്മൾ എടുക്കുക. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ആണെങ്കിൽ 0.5 to 1%, ടോട്ടൽ അസറ്റിൻ്റെ 1 to 2%, നെറ്റ് അസറ്റ്സിൻ്റെ 2 to 5%, സെയിം as that റവന്യൂൻ്റെയും 0.5 to 1%. ആൻഡ് ഇതിൻ്റെ അകത്ത് ഏത് ബെഞ്ച് മാർക്ക് യൂസ് ചെയ്യാൻ പറയുന്നോ അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ബട്ട് അതിലെ ലോവർ ലിമിറ്റ് ചൂസ് ചെയ്യണോ അപ്പർ ലിമിറ്റ് ചൂസ് ചെയ്യണോ എന്നുള്ളത് പ്യൂർലി നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് ആണ്. However, that judgment should be based on scenario as well. ആൻഡ് നമ്മളോട് എക്സാമിനർ പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് ഇൻ ടോട്ടൽ 3 ടെക്നിക്കൽ മാർക്സ് അവൈലബിൾ ആണ് മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിന്. ആൻഡ് മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് എക്സാമിനർ പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ബെഞ്ച് മാർക്ക് ഏതാണോ അത് യൂസ് ചെയ്യുക. ബട്ട് ത്രെഷോൾഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ വേണം ഡിറ്റർമൈൻ ചെയ്യാൻ. ആൻഡ് മെറ്റീരിയാലിറ്റി ത്രെഷോൾഡ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഹൗഎവർ ഇവിടെയും എക്സാമിനർ പറയുന്നൊരു മെയിൻ ഇഷ്യൂ ആണ്, എക്സാമിനർ ഏതാണോ ബെഞ്ച് മാർക്ക് യൂസ് ചെയ്യാൻ പറയുന്നത് അതാരും തന്നെ യൂസ് ചെയ്യുന്നില്ല. രണ്ടാമത് എക്സാമിനർ പറയുന്നൊരു കാര്യമാണ്, ചില കുട്ടികൾ കറക്റ്റായിട്ട് ബെഞ്ച് മാർക്ക് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ത്രെഷോൾഡ് കറക്റ്റായിട്ട് എടുക്കുന്നില്ല. ഇനി ത്രെഷോൾഡും ചിലർ കറക്റ്റായിട്ട് തന്നെ എടുക്കുന്നുണ്ട് പക്ഷെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല അത് എന്തുകൊണ്ടാണ് ലോവർ ലിമിറ്റ് അല്ലെ അപ്പർ ലിമിറ്റ് ചൂസ് ചെയ്തതെന്ന്. നിങ്ങൾ എപ്പോഴും സിനാരിയോയ്ക്കകത്ത് നോക്കുക, അതൊരു ന്യൂ ക്ലൈൻ്റ് ആണോ അല്ലെങ്കിൽ ന്യൂലി ലിസ്റ്റഡ് ക്ലൈൻ്റ് ആണോ, അതേപോലെ തന്നെ ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉണ്ടോ, എന്താണെങ്കിലും ഉണ്ടാവും. സോ അത് വേണം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. അതർ ദാൻ ദാറ്റ് നിങ്ങൾ നോക്കുക മാനേജ്മെൻറ്റ് ബയസിനുള്ള പോസിബിലിറ്റി ഉണ്ടോ, കോർപ്പറേറ്റ് ഗവേണൻസ് വീക്ക്നെസ് ഉണ്ടോ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഓരോന്നും കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് ഉണ്ടോ. സോ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കേണ്ടത് ന്യൂ ക്ലൈൻറ്റോ ന്യൂലി ലിസ്റ്റഡോ ആണോ നോക്കുക. ഇൻ കേസ് അതൊരു ന്യൂ ക്ലൈൻറ്റ് ആണേലോ ന്യൂലി ലിസ്റ്റഡ് ക്ലൈൻറ്റ് ആണേലോ ഓൾവേസ് യു ഹാവ് ടു ഗോ ഓൺ വിത്ത് എ ലോവർ ലിമിറ്റ്. പിന്നെ അതിനകത്ത് വേറെ ഒരു തർക്കമില്ല, എപ്പോഴും ലോവർ ലിമിറ്റ് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി ഇൻ കേസ് എങ്ങാനും അതൊരു ന്യൂ ക്ലൈൻറ്റ് അല്ല അല്ലെങ്കിൽ ന്യൂലി ലിസ്റ്റഡ് ക്ലൈൻറ്റ് അല്ല, അങ്ങനെയാണെങ്കിൽ മാത്രം യു ഹാവ് ടു ചൂസ് ദ അപ്പർ ലിമിറ്റ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ് ബയസ്, ദെൻ ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ്, കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ്, ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ്, ഇങ്ങനെയുള്ള ഓരോ ഫാക്ടേഴ്സിന്റെ എക്സിസ്റ്റൻസ് നോക്കുക. അതിനനുസരിച്ച് ഈ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്ന ത്രെഷോൾഡ് ലിമിറ്റ് കുറച്ച് കൊണ്ടുവരിക. ആൻഡ് പ്രിഫറബിളി നിങ്ങൾ ഒരിക്കലും പ്രോഫിറ്റിന്റെ ബേസിസിൽ എടുക്കുകയാണ്. 5% വേണോ 10% വേണോ, അതല്ല നിങ്ങളുടെ മൈൻഡ് വരേണ്ട ക്വസ്റ്റ്യൻ. ബേസ്ഡ് ഓൺ പ്രോഫിറ്റബിലിറ്റി നിങ്ങൾ ആദ്യം തന്നെ നോക്കുക കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണ്. 10 million ആണെന്ന് കണ്ടു, അല്ലെ 1 million ആണ്. സോ 1 millionന്റെ ആദ്യം തന്നെ നിങ്ങൾ ആ ത്രെഷോൾഡിൽ വരുന്ന ലിമിറ്റ് എടുത്ത് വെക്കുക. 1 millionന്റെ 5% എന്ന് പറയുമ്പോൾ അസ്മിനോ ഇറ്റ് ഈസ് 50,000, 10% എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 100,000. അപ്പോൾ നിങ്ങൾ നോക്കുക 50,000 വേണോ 100,000 വേണോ, അതായിരിക്കണം നിങ്ങളുടെ മൈൻഡ് വരുന്ന ക്വസ്റ്റ്യൻ. സോ ന്യൂ ക്ലൈൻറ്റ് ന്യൂലി ലിസ്റ്റഡ് ആണെങ്കിൽ എപ്പോഴും 50,000 ചൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ 100,000 ചൂസ് ചെയ്യുക. ഓരോ ഇഷ്യൂസും വരുന്നതിനനുസരിച്ച് 10,000 വെച്ചോ അല്ലെങ്കിൽ ഒരു 5,000 വെച്ചോ നിങ്ങളുടെ ജഡ്ജ്മെന്റിൻ്റെ അകത്ത് അനുസരിച്ച് കുറച്ച് കൊണ്ടുവരിക. ആൻഡ് ക്ലിയർലി നിങ്ങളിത് പറയുകയും ചെയ്യണം നിങ്ങളുടെ ആൻസറിൻ്റെ അകത്ത്, മെറ്റീരിയാലിറ്റി ത്രെഷോൾഡ് ഹാവ് ബീൻ ചൂസൺ ടു ബി അറ്റ് ദ ലോവർ ലിമിറ്റ് ബിക്കോസ് ഓഫ് the high risk of material misstatements, as well as it is clearly mentioned that it's a new client and a newly listed, so the possibilities of having material mistakes and the possibility of having management bias will be high. Therefore നമ്മൾ ആ ലിമിറ്റാണ് ചൂസ് ചെയ്തതെന്ന് പറയാം.
ഇനി അത് ന്യൂലി ക്ലയൻറ്റ് അല്ലെങ്കിൽ ന്യൂലി ലിസ്റ്റഡ് അല്ല, അപ്പോൾ നിങ്ങൾ എടുത്ത് പറയാം ഇവൻ ദോ ഇറ്റ്സ് നോട്ട് എ ന്യൂ ക്ലയൻറ്റ് ഓർ എ ന്യൂലി ലിസ്റ്റഡ് ക്ലയൻറ്റ് സിൻസ് there are additional possibilities of having high risk of material mistakes in the company's financial statements mainly because of എന്തൊക്കെയാണ് ഇഷ്യൂസ് അത് ഓരോന്നും പറയാം. സോ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യണം. സോ നിങ്ങളുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ ത്രെഷോൾഡ് ചൂസ് ചെയ്തെന്ന് പറയുന്നത്. ഒരു വാലിഡ് ജഡ്ജ്മെൻ്റ് അല്ല, ഒരു വാലിഡ് ആൻസർ അല്ല എന്നാണ് അവർ പറയുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾ ആ സ്പെസിഫിക് റീസൺ തന്നെ പറയണം. നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് എന്താണെന്നുള്ളത് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്യണം. ഇനി അവിടെ എപ്പോഴും നോക്കുക ഓഡിറ്റ് റിസ്ക്കും മെറ്റീരിയാലിറ്റിയും തമ്മിൽ ലിങ്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. whenever there is possibility of having high risk, automatically materiality threshold എപ്പോഴും എന്ത് ചെയ്യണം, മാക്സിമം ടു ദ ലോവർ ലിമിറ്റ് വേണം വെക്കാനായിട്ട്. ഇനി ഇവാലുവേഷൻ ഓഫ് റിസ്ക്. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ മേജർ പാർട്ട് എന്ന് പറയുന്നത് റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് ഉള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഔട്ട് ഓഫ് ദി എക്സാമിനേഴ്സ് കമൻറ്റ് ഒരു സജഷൻ പറയാനായിട്ടുള്ളതാണ്. നിങ്ങൾ എപ്പോഴും റിസ്കിൻ്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ നോക്കണം നിങ്ങളോട് ചോദിച്ചേക്കുന്ന റിസ്ക് വെദർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓർ നോട്ട്. റിസ്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻസേഴ്സ് എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നോളജ് ഉണ്ടാവണം. SBR സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഞാൻ സ്പെസിഫിക്കലി SBR സ്റ്റാൻഡേർഡ്സ് തന്നെ പറയണ റീസൺ ഇതാണ്. നമുക്കറിയാം സ്റ്റാൻഡേർഡ്സിലുള്ള നോളജ് എന്ന് പറയുമ്പോൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാവുക FR സ്റ്റാൻഡേർഡ്സിലെ നോളജ് മതി, അതായത് നമ്മുടെ പേപ്പർ FRലെ നോളജ് മതി എന്നാണ്. ബട്ട് നമുക്കറിയാം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാൻഡേർഡ്സും കവർ ചെയ്യുന്നത് SBRൻ്റെ അകത്താണ്, ഇൻക്ലൂഡിങ് ഓൾ ദി IFRS ആൻഡ് IAS സ്റ്റാൻഡേർഡ്സ്. So you have to have proper knowledge in these standards to give answers in both 50 marks as well as 25 marks area. നമുക്ക് പ്രോപ്പർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള നോളജ് ഇല്ലെങ്കിൽ ഒരിക്കലും ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് ചെയ്യാണ്ട് വരുമ്പോഴാണ് അവിടെ റിസ്ക് ഉണ്ടാവുക. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് എന്താണ് ശരിക്കും വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ പ്രോപ്പർലി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ എന്താണ് മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്നും നിങ്ങൾക്ക് പ്രോപ്പർലി പറയാൻ പറ്റുള്ളൂ. സോ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ SBR സ്റ്റാൻഡേർഡ്സിൻ്റെ നോളജ് ഒന്നും കൂടി റിവൈസ് ചെയ്യുക. ആൻഡ് ഏറ്റവും തറവ് നോളജ് ആൻഡ് സ്പെസിഫിക്കലി ഞാൻ പറയുകയാണെങ്കിൽ യു ഹാവ് ടു റിവൈസ് ഓൾ ദി സ്റ്റാൻഡേർഡ്സ്. ഒന്നോ രണ്ടോ സ്റ്റാൻഡേർഡ്സ് അല്ല, പണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ്ലി കുറച്ച് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റൻസ് വന്നുകൊണ്ടിരുന്നത്. ബട്ട് നൗ ദി സിനാരിയോ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ ഏത് സ്റ്റാൻഡേർഡ്സ് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. സോ യു ഹാവ് ടു ഹാവ് ഡീറ്റെയിൽ നോളജ് ഇൻ ഓൾ ദി ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇനി നമ്മൾ പറഞ്ഞു വന്ന് ഇഫ് ദി ക്വസ്റ്റൻ ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ആദ്യം തന്നെ നിങ്ങൾ മെറ്റീരിയാലിറ്റീനെ കുറിച്ച് പറയുക. ഈ ഒരു ഇഷ്യൂ മെറ്റീരിയൽ ആണോ അല്ലയോ എന്നുള്ളത് പറയാം. സോ എക്സാമിനർ ഇവിടെ പറയുന്നൊരു പ്രശ്നമാണ്, പിള്ളേർ വീണ്ടും വീണ്ടും മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ മെറ്റീരിയാലിറ്റി ത്രെഷോൾഡ് ഡിറ്റർമൈൻ ചെയ്തു. ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് നിങ്ങളൊരു മെറ്റീരിയാലിറ്റി ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ഈ ലിമിറ്റിന് മേലെ ആണോ ട്രാൻസാക്ഷൻ എന്ന് മാത്രം നോക്കിയാൽ മതി, എന്നിട്ട് മെറ്റീരിയൽ ആണോ എന്ന് പറയാം. ദെൻ റിക്വയർഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണോ അത് പ്രോപ്പർലി പറഞ്ഞു വെക്കണം. സോ റിക്വയർഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓവർ എലാബറേറ്റ് ചെയ്യരുത്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർലി എലാബറേറ്റ് ചെയ്യാണ്ടും ഇരിക്കരുത്. സോ പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു എക്സാമ്പിളാണ്, ഇപ്പം നിങ്ങളോട് ഒരു റവന്യൂ റെക്കഗ്നീഷൻ്റെ 5 സ്റ്റെപ്പ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിസ്ക് ആണ് പറഞ്ഞേക്കുന്ന സിനാരിയോയിൽ. അതായത് കമ്പനിക്ക് മൾട്ടിപ്പിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സിനാരിയോയ്ക്കകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ 5 സ്റ്റെപ്പ് മോഡൽ തന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അവിടെ ബേസിക് റവന്യൂ റെക്കഗ്നീഷൻ്റെ കാര്യം പറഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് മാർക്സ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളോട് ഇപ്പോൾ ഒരു ബേസിക് റവന്യൂ റെക്കഗ്നീഷൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അവിടെ നിങ്ങൾ 5 സ്റ്റെപ്പ് മോഡലിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അതുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് സിനാരിയോനെ ബേസ് ചെയ്ത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ സിനാരിയോയ്ക്ക് അനുസരിച്ച് എത്ര ട്രീറ്റ്മെൻറ്റ് വേണം, ആ പ്യുവർ ട്രീറ്റ്മെൻറ്റ് പറയാം. വെൽ സ്റ്റാൻഡേർഡ് നെയിം ഓർ നമ്പർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ദ കോണ്ടന്റ് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി അതിന് ശേഷം നമ്മൾ പറയേണ്ടത് വാട്ട് വിൽ ഗോ റോങ്. ഇവിടെ സിനാരിയോയ്ക്കകത്ത് എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയാം. സോ വാട്ട് വിൽ ഗോ റോങ് ഇൻ ദ സിനാരിയോ പറയുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനാരിയോയ്ക്കകത്ത് എന്താണോ തെറ്റായി പോവാൻ സാധ്യതയുള്ളത് എന്ന് പറയുമ്പോൾ ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സിനാരിയോ ഇറ്റ് സെൽഫ്. അതായത് നിങ്ങൾ സിനാരിയോയുടെ ബന്ധമില്ലാത്ത രീതിയിൽ ഇപ്പം ആസ് പെർ IFRS 15 റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ട പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്, however that may not be the case here, കമ്പനി ഓൾറെഡി റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു എന്ന് മാത്രം പറഞ്ഞു വെച്ചാൽ പോരാ. സിനാരിയോയ്ക്കകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണോ പറഞ്ഞേക്കുന്നത് ആ സിനാരിയോയ്ക്കകത്തുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻ തന്നെ യൂസ് ചെയ്യണം. അത് വെച്ച് തന്നെ വാട്ട് വിൽ ഗോ റോങ് പറയാം. അതിനുശേഷം നിങ്ങൾ ഇമ്പാക്റ്റ് പറയണം. ഇമ്പാക്റ്റ് പറയുമ്പോഴും അവിടെ ഇറ്റ് മേ ലീഡ് ടു ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ആ സ്പെസിഫിക് നോൺ കറന്റ് അസറ്റ് ഏതാണോ അത് തന്നെ പറയാം.
ഇപ്പം സേ ഫോർ എക്സാമ്പിൾ പി പിയുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ പറയണം? ഇറ്റ് മേ ലീഡ് ടു ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പി പി തന്നെ പറയാം. ആൻഡ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ പോരാ, ഡിപ്രിസിയേഷൻ കാണിക്കാത്താണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസസ് എന്ന് തന്നെ പറയാം. സോ അക്കൗണ്ട്സിൻ്റെ അത് സ്പെസിഫിക്കലി അത് എവിടെയാണോ സ്ട്രൈക്ക് ചെയ്യുന്നത് അവിടെ തന്നെ പറയണം. സോ കറക്റ്റായിട്ട് ഐഡന്റിഫിക്കേഷൻ പാർട്ട് പറയാം. സോ ഈ ഐഡന്റിഫിക്കേഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ബേസ്ഡ് ഓൺ സിനാരിയോ ആയിരിക്കണം. അതിന് ശേഷം വേണം ഇമ്പാക്റ്റ് പറയാൻ. സോ നമ്മുടെ ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആദ്യമേ റിസ്ക് ഓരോന്നും പറയുമ്പോൾ മെറ്റീരിയാലിറ്റി പറയണം. അതിന് ശേഷം നിങ്ങൾ എന്ത് പറയാം? അവിടെ ശരിക്കും വേണ്ട ട്രീറ്റ്മെൻറ്റ് പറയാം. വാട്ട് വിൽ ഗോ റോങ് പറയാം ബേസ്ഡ് ഓൺ സിനാരിയോ. ആൻഡ് അവിടെ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് അത് പറയാം. ഇനി സിനാരിയോനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങളോട് റിസ്കുകൾ ചോദിക്കാം. അത് ചിലപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള റിസ്കുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഐഡൻറ്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക അത് എന്തുകൊണ്ടാണ് റിസ്ക് ആവുന്നത്, ആൻഡ് ഓവറോൾ ഇമ്പാക്റ്റ് എഴുതുക. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അപ്പോയിൻമെൻറ്റ് ഓഫ് എ ന്യൂ ഫിനാൻസ് ഡയറക്ടർ പറയുകയാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് എ ന്യൂ ഫിനാൻസ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ദയർ. സോ അവിടെ നിങ്ങൾ സിനാരിയോക്കകത്ത് എന്തെങ്കിലും പോസിബിലിറ്റി ഓഫ് ഹാവിങ് ലാക്ക് ഓഫ് നോളജ് ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് അതേക്കുറിച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാമ്പിൾസ് സിനാരിയോക്കകത്ത് കാണിച്ചിരുന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അവിടെ ഇപ്പോൾ ഓവറോൾ ഇമ്പാക്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മിസ്റ്റേറ്റഡ് ആവും എന്നുള്ള രീതി പറഞ്ഞു വെച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ സിനാരിയോക്കകത്ത് തന്നെ നമുക്ക് എക്സാമ്പിൾസ് തരുവാണ് ഇവർ ഇൻകറക്റ്റ് ട്രീറ്റ്മെൻറ്റ്സ് സജസ്റ്റ് ചെയ്തതിനെക്കുറിച്ച്. അങ്ങനെയാണ് എക്സാമ്പിൾസ് വെച്ച് തന്നെ എഴുതുക. കാരണം എക്സാമ്പിൾസ് കണക്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് വീണ്ടും പ്രൊഫഷണൽ മാർക്സ് അവിടെ ഗെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എക്സാമിന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ എക്സാമിന് പറയുന്ന സെയിം ഇഷ്യൂ തന്നെയാണ്. കാൻഡിഡേറ്റ്സ് പലപ്പോഴും ഇവിടെ ഓരോ റിസ്കുകളെ കുറിച്ച് പ്രോപ്പർലി പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം എന്താ? ചിലർ ആൻസേഴ്സ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സിനാരിയോ, അല്ലെങ്കിൽ ചിലർ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് സിനാരിയോനെ ബേസ് ചെയ്ത് തന്നെയാണ് എഴുതുക. ബട്ട് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് പ്രോപ്പർലി ജസ്റ്റിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എക്സാമിനർ പറയുന്നത്. ഇനി എക്സാമിനർ പറയുന്ന മെയിൻ കാരണം തന്നെയാണ് ജനറിക് റെസ്പോൺസസ് തന്നു കഴിഞ്ഞാൽ എക്സാമിനർ ഒരിക്കലും ആൻസേഴ്സിന് മാർക്ക് തരില്ല. അതായത് നിങ്ങൾ ബൈഹേർട്ടായിട്ട് കുറേ റിസ്കുകൾ പഠിച്ചുകൊണ്ട് പോയി കൊണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എക്സാമിന് മാർക്ക് തരില്ല. പ്യുവർലി ബേസ്ഡ് ഓൺ സിനാരിയോ, മേ ബി ഇൻക്ലൂഡിങ് ഫാക്കൽറ്റീസ്. ഞാൻ അടക്കമുള്ള ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള റിസ്കുകൾ തന്നിട്ടുണ്ടാവും. ഈ ജനറൽ ആയിട്ടുള്ള റിസ്കുകൾ എപ്പോഴും ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ പറയുന്ന കാര്യമാണ്. എങ്ങനെയാണ് റിസ്ക് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് തരുന്നത്. ഒരിക്കലും ഡയറക്റ്റ്ലി അത് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ എപ്പോഴും എക്സാമിന് എഴുതുമ്പോൾ എന്ത് ചെയ്യുക? സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഇനി ഇവിടെ എക്സാമിനർ നമ്മുടെ ഈ പെർട്ടിക്കുലർ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞേക്കുന്നത്. സോ നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും പ്രോപ്പർലി മനസ്സിലാവുക. അപ്പോൾ മാർച്ച് ജൂൺ 2024 എക്സാംസ് ആർക്കെങ്കിലും എഴുതിയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെസിഫിക്കലി എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ ഈ ഒരു ഏരിയ വായിച്ച് നോക്കുക. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടായി. അവിടെ എക്സാമിനർ പറയുകയാണ് അവിടെ അമോർട്ടൈസേഷൻ പോളിസി കമ്പനിയുടെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് അമോർട്ടൈസേഷൻ പോളിസിനെ കുറിച്ച് മാത്രമല്ല, അവിടെ വാല്യൂ, ക്യാരിങ് വാല്യൂ ഓഫ് ദി അസറ്റ് വാസ് സിഗ്നിഫിക്കൻ്റ്ലി ഹൈ. സോ അവിടെ മാനേജറിയൽ ബയസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഇവർ എടുത്തേക്കുന്ന ഓരോ ഇംപേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസംഷൻസിൻ്റെ ഇഷ്യൂസിനെ കുറിച്ച് പറയായിരുന്നു. സെയിം as ദാറ്റ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സിന് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് ആണ് കൊടുത്തേക്കുന്നതെന്നാണ് കുറേ കുട്ടികൾ ജസ്റ്റ് പറഞ്ഞു വെച്ചേക്കുന്നത്, വിച്ച് ഈസ് എ ജനറിക് റിസ്ക്. ബട്ട് ഇവിടെ സ്പെസിഫിക്കലി അവിടെ ഫസ്റ്റ് ടൈം ആണ് അവരിത് കാണിക്കുന്നത്. സോ പോസിബിലിറ്റി ഓഫ് ഹാവിങ് മാനേജറിയൽ ബയസ് ഈസ് ഹൈ, കമ്പാരിറ്റീവ് ഇൻഫർമേഷൻസ് ഇല്ല. ഇതേക്കുറിച്ചുള്ള റിസ്കുകൾ പറയുകയാണെങ്കിലായിരുന്നു നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നുണ്ടാവുക. അതേപോലെ തന്നെ എക്സാമിനർ എപ്പോഴും പറയുന്ന കാര്യമാണ് വെയ്ഗ് ആയിട്ടുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ പുവർ ആൻസേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മാർക്ക് കിട്ടില്ല. ആൻഡ് എസ്പെഷ്യലി ഇവിടെയുള്ള റീസൺ ആണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം PPനെ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് പറയുകയാണ്. അപ്പം ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ അവിടെ വേറെ എന്തൊക്കെയാണോ യൂസ്ഫുൾ ലൈഫിൻ്റെ സമയത്ത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റേണ്ട അൺസർട്ടനിറ്റീസ്, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് മാർക്ക് തരിക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സ്പെസിഫിക്കലി ഈ എക്സാം അറ്റൻഡ് ചെയ്തവർക്കായിരിക്കും ഒരു ഏരിയ പ്രോപ്പർലി മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ ഒന്ന് വായിച്ച് നോക്കണം നിങ്ങൾ. ഇനി എക്സാമിനർ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് പല എക്സിബിറ്റുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, റിക്വയർമെൻറ്റ് വെച്ചിട്ടും നിങ്ങൾക്ക് കുറച്ച് റിസ്കുകൾ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളോട് ഇവിടെ വെരി നെക്സ്റ്റ് റിക്വയർമെൻറ്റിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് കമ്പനിയുടെ ഇമ്പയർമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ്. സോ ഇമ്പയർമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം ഇമ്പയർമെൻറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഈ ഒരു ഓഡിറ്റിൻ്റെ സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെന്തായിരിക്കും, ഒരു ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെൻറ്റ്സിന് പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. സോ ആ രീതിയിലും നിങ്ങൾക്ക് ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാം എന്നാണ് എക്സാമിനർ പറയുന്നത്. കാരണം നോർമലി നിങ്ങളോട് എപ്പോഴും ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെൻറ്റ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതാൻ പറയാം. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പ്രൊസീജിയേഴ്സ് ചോദിച്ചേക്കുന്നത് അത് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും.
സോ അപ്പോൾ ഈ കാര്യങ്ങൾ ഓരോന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ വെനെവർ യു ഗീവ് ആൻസേഴ്സ് ഇൻ റിലേഷൻ ടു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ്, കീപ് ദ ഫോർമാറ്റ് ഇൻ മൈൻഡ് ആൻഡ് ഗീവ് ദ ആൻസർ സ്പെസിഫിക് ടു ദ സിനാരിയോ. സിനാരിയോനെ ബേസ് ചെയ്ത് ആൻസർ എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ജനറിക് റെസ്പോൺസസ് എഴുതരുത്, മാർക്ക് കിട്ടില്ല. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മളോട് സ്പെസിഫിക്കലി ചോദിച്ചേക്കുന്ന ഒരു കാര്യമാണ് റിക്വയർമെന്റ് നമ്പർ C for 8 marks. Design the principal audit procedures to be performed on the impairment of cash generating units for the extraction of oil and gas. എക്സാമിനർ അവിടെ പറഞ്ഞേക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഇവിടെ പലപ്പോഴും ഇതുപോലുള്ള റിക്വയർമെന്റ്സ് വരുന്ന സമയത്ത് നമ്മൾ സിനാരിയോക്കകത്ത് കണ്ടുപിടിച്ച സ്പെസിഫിക് റിസ്ക് എന്താണോ അതേ ബേസ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആൻസേഴ്സ് എഴുതാൻ. ബട്ട് കുട്ടികൾ ചെയ്യാത്തതും അത് തന്നെയാണ്. സോ ഇവർ ജനറൽ ആയിട്ടുള്ള കുറേ റിസ്കുകളായിരിക്കും എഴുതി പോയിട്ടുണ്ടാവുക, അതിനെ ബേസ് ചെയ്തിട്ട് പ്രൊസീജിയേഴ്സ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ആൻഡ് നത്തിങ് ബേസ്ഡ് ഓൺ സിനാരിയോ. ആൻഡ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കുള്ള അക്കൗണ്ടിങ് നോളജ് യൂസ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇമ്പയർമെന്റ് ഓഫ് എ പെർട്ടിക്കുലർ CGU എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് അത് പ്രോപ്പർലി ആണോ ചെയ്തതെന്ന് അറിയാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് വേണം പറയാൻ. ആൻഡ് പ്രൊസീജിയേഴ്സ് പറയുമ്പോൾ യു ഹാവ് ടു ഓൾവേസ് കീപ്പ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് യു ഹാവ് ടു ഗീവ് ദ പ്രൊസീജിയേഴ്സ് പ്രോപ്പർലി. അപ്പോൾ എന്താണ് പ്രൊസീജിയർ എന്നുള്ളത് പറയാം. എൻക്വയറി ആണോ ചെയ്യേണ്ടത്, ഇൻസ്പെക്ഷൻ ആണോ ചെയ്യേണ്ടത്, ഒബ്സർവേഷൻ ആണോ, റീകാൽക്കുലേഷൻ ആണോ, റീപെർഫോമൻസ് ആണോ, അനലിറ്റിക്കൽ പ്രൊസീജിയർ ആണോ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് റിവ്യൂ ആണോ ചെയ്യേണ്ടത്, ബോർഡ് മിനിറ്റ്സ് നോക്കുകയാണോ ചെയ്യേണ്ടത്, എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങുകയാണോ ചെയ്യേണ്ടത്. സോ പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറയാം. പ്ലസ് ദ നെയിം ഓഫ് ദി ഡോക്യുമെന്റ് ഓർ ദി ഇൻഫർമേഷൻ, നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ അല്ലെ ഡോക്യുമെന്റ് എന്താണോ അത് കൃത്യമായിട്ട് പറയണം. പ്ലസ് ദ പേർപ്പസ് ഫോർ വിച്ച് യു ആർ പെർഫോമിംഗ് ദിസ് പ്രൊസീജിയർ. സോ പ്രൊസീജിയർ പ്ലസ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ പ്ലസ് പേർപ്പസ്. സോ ഇത് മൂന്നും വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുന്നുണ്ടാവുക. ഇനി അവിടെ തന്നെ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരുന്നു, ദാറ്റ് ടു വിത്ത് റിഗാർഡിംഗ് ദ ഇംപേയ്മെന്റ്. ഇവിടെ ആൻസേഴ്സിൻ്റെ അകത്ത് അവർ പറഞ്ഞേക്കുന്ന കാര്യമാണ്, ഇപ്പോൾ വീക്കസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്യുക, അതേപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് പ്ലാറ്റ്ഫോംസ് ഫിസിക്കലി ഇൻസ്പെക്ട് ചെയ്യുക, ക്യാരിങ് വാല്യൂ ഓഫ് CGU അസറ്റ് രജിസ്റ്ററിൻ്റെ അകത്ത് നോക്കുക. ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എഴുതിയാൽ യു വിൽ ബി ഗിവൺ 0 മാർക്സ് എന്നാണ് പറയുന്നത്. കാരണം അവിടെ നമ്മളോട് സിനാരിയോയിലകത്ത് പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ, മാനേജ്മെന്റ് പല അസംഷൻസ് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം സിനാരിയോയിൽ പറയാണ്. സോ അവരെടുത്തേക്കുന്ന അസംഷനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണം നിങ്ങൾ പറയാൻ. സോ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദേ ഹാവ് ടേക്കൺ ഡാഷ് അസംഷൻ, അത് റീസണബിൾ ആണോ എന്നറിയാൻ. സെയിം as ദാറ്റ് നമ്മളോട് പറയാണ് മാനേജ്മെന്റ് ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇവർ യൂസ് ചെയ്തേക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ് അപ്രോപ്രിയേറ്റ് ആണോ എന്നറിയാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. ഇനി ഇവരൊരു ഇംപേയ്മെന്റിന്റെ എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് അരിത്തമെറ്റിക്കലി ആക്യുറേറ്റ് ആണോ, അതുപോലെ തന്നെ അത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നോക്കാം, അല്ലെങ്കിൽ അവിടെ വേറെ എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യാൻ പറ്റുക, റീകാൽക്കുലേഷൻ ആണോ റീപെർഫോമൻസ് ആണോ. അങ്ങനെ പ്യുവർലി ബേസ്ഡ് ഓൺ സിനാരിയോ തന്നെ വേണം നിങ്ങൾ പ്രൊസീജിയേഴ്സ് പറയാൻ. ആൻഡ് നമ്മളോട് പറയാണ് സ്ട്രോങ്ങസ്റ്റ് കാൻഡിഡേറ്റ്സിന് ഇവിടെ മാർക്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് സ്ട്രോങ്ങസ്റ്റ് കാൻഡിഡേറ്റ്സ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, ദേ ഹാവ് ഡിസൈൻ ദ പ്രൊസീജിയേഴ്സ് ബേസ്ഡ് ഓൺ ദ ജഡ്ജ്മെന്റ്സ്. അറ്റ് ദ സെയിം ടൈം അവർ ഐഡന്റിഫൈ ചെയ്ത റിസ്ക് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവർ പറഞ്ഞത്. സോ ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ച റിസ്കിനെ ബേസ് ചെയ്ത് പ്യുവർലി ആൻസേഴ്സ് പറഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. സോ യു ഹാവ് ടു കീപ് ദിസ് വൺ ഇൻ മൈൻഡ്. ഇനി അതേപോലെ തന്നെ നമ്മളോട് ചോദിച്ചേക്കാണ്, ഇവിടെ ചെയർമാൻ ഓഫ് ദി ഓഡിറ്റ് കമ്പനിക്ക് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഈ ഇമെയിൽ ഓഡിറ്ററിന് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അതേപോലെ തന്നെ പ്ലാനിങ് ഓഫ് ദി ഓഡിറ്റിനെ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ റിക്വയർമെന്റ് D ആക്ച്വലി ചോദിച്ചിട്ടുണ്ടായിരുന്നത് എക്സിബിറ്റ് 4നെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ റിക്വയർമെന്റിന്റെ അകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആ ഒരു എക്സാമിന്. അവിടെ എക്സിബിറ്റ് 5 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എക്സാമിനർ പറയുന്നത് അത് കാരണം കൊണ്ട് ആരുടെയും മാർക്ക് പോവില്ല. കാരണം ഇവൻ ദോ എക്സിബിറ്റ് 5 എന്ന് എക്സാമിനർ ഇമെയിലിനകത്ത് മെൻഷൻ ചെയ്താലും ഹെഡിങ് വാസ് സെയിം, അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു പ്രോബ്ലം ഇല്ല എന്നാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന റിക്വയർമെന്റിന്റെ അകത്ത് ആഡിക്വേറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് സിനാരിയോ തന്നിട്ടുണ്ടായിരുന്നത്. സോ സിനാരിയോയുടെ ഹെഡിങ് വാസ് സെയിം, സോ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പോൾ വാട്ട് എവർ, ലെറ്റ്സ് ലീവ് ദാറ്റ്. നമ്മളോടൊപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്ന സിനാരിയോക്കത്തെ ഡീറ്റെയിൽസ് ഇത്രയായിരുന്നു. കമ്പനി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് ഏജൻസിക്കോ അങ്ങനെ ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു നോർമൽ പേയ്മെൻ്റ് അല്ല, ഒരു അൺകവേർഡ് ആയിട്ടുള്ളൊരു പേയ്മെൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ അത് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു പേയ്മെൻറ്റ് കണ്ടുപിടിച്ചു. അത് കമ്പനിയുടെ നോർമൽ ഇന്റേണൽ കൺട്രോൾ പ്രോസസ്സിന് പുറത്തായിട്ടാണ് അങ്ങനെ ഒരു പേയ്മെൻറ്റ് പോയേക്കുന്നത്. സോ ഈ ഒരു പേയ്മെൻറ്റ് ഒരു ന്യൂ ഓപ്പറേറ്റിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തതെന്ന് നമ്മുടെ അടുത്ത് ഡീറ്റെയിലിൽ പറഞ്ഞിട്ടുണ്ട്.
സോ ലിറ്ററലി ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ബ്രൈബ്, അല്ലെങ്കിൽ അവർ ഒരു പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള ഒരു പേയ്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്, വിച്ച് റെപ്രസെൻറ്റ്സ് എ പോസിബിലിറ്റി ഓഫ് എ ഫ്രോഡ്. സോ ഇങ്ങനെയുള്ളൊരു പേയ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നോർമലി നിങ്ങൾക്ക് അവിടെ സ്ട്രൈക്ക് ആവേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം കമ്പനി ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് വരാം. ദർ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് ഇംപ്ലിക്കേഷൻ റിലേറ്റിംഗ് ടു ഈദർ ISA 240 or 250. നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ് 240 പഠിച്ചിട്ടുണ്ട്, 250 പഠിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് 240 ബേസ് ചെയ്തിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ഇത് 250 ബേസ് ചെയ്തിട്ടായിരിക്കും വരിക. ബട്ട് ഇവിടെ ഒരുപാട് ഫ്രോഡിനെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്, പക്ഷെ കമ്പനി ചെയ്തേക്കുന്ന ഒരു ഇല്ലീഗൽ ആക്ടിനെ കുറിച്ചാണ്. സോ ഇറ്റ് കംസ് ഇൻ ISA 250, നോൺ കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്. സോ ഇവിടെ എക്സാമിനർ പറയുന്നത് ഇതാണ്, മജോറിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്, അത് നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണെന്ന്. ബട്ട് പലരും അതിനെക്കുറിച്ച് പിന്നെ ഫെർദർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഫെയിലായി എന്നാണ് എക്സാമിനർ പറയുന്നത്. സോ നിങ്ങളപ്പോൾ അവിടെ റിവൈസ് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റാൻഡേർഡ്സിൻ്റെ അകത്തുള്ള നോളജാണ്. ഇവൻ ദോ സ്റ്റാൻഡേർഡ്സ് ഒരുപാട് ടെസ്റ്റ് ചെയ്യാറില്ല എന്നുണ്ടെങ്കിലും യു ഹാവ് ടു ഹാവ് ആൻ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി സ്റ്റാൻഡേർഡ്സ് ടു അപ്പിയർ പ്രോപ്പർലി ഇൻ യുവർ എക്സാം. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ ഓഡിറ്ററായ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് ഐഡന്റിഫൈഡ് ആൻഡ് സസ്പെക്റ്റഡ് നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ ഫോർ ദ ക്ലയൻറ്റ് കമ്പനി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നോളജ് പാർട്ട് വേണം നിങ്ങളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സ്ട്രോങ്ങസ്റ്റ് ആൻസേഴ്സിൻ്റെ അകത്ത് പ്രോപ്പർലി സജസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റും ഓഡിറ്റ് കമ്മിറ്റീനും ഒക്കെ എൻകറേജ് ചെയ്ത് എങ്ങനെയാണ് ഇത് റെലവൻറ്റ് അതോറിറ്റിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഓഡിറ്ററിന് നമുക്ക് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ഉള്ളത് ഇൻ റിപ്പോർട്ടിംഗ് നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്നതെന്നാണ് പറഞ്ഞത്. ബട്ട് പാർട്ട് 2-ൻ്റെ അകത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ എന്തായിരുന്നു, അവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇംപ്ലിക്കേഷൻ ഓവർ ഓഡിറ്റ് പ്ലാനിങ് ആണ്. അത് പലരും പ്രോപ്പർലി എഴുതിയിട്ടില്ല എന്ന് പറയുന്നു. സോ ബേസിക്കലി അവിടെ പലരും പറഞ്ഞേക്കുന്ന ഓഡിറ്റ് എവിഡൻസ് ഫെർദർ ഒബ്റ്റൈൻ ചെയ്യണം എന്നാണ്. പക്ഷേ എന്ത് എവിഡൻസ് ആണ് ഒബ്റ്റൈൻ ചെയ്യേണ്ടത് പറഞ്ഞിട്ടില്ല. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാർക്ക് കിട്ടില്ല. അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൂടുതൽ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ പോലെ എന്ത് ഡോക്യുമെന്റ് കളക്ട് ചെയ്യണം എന്ന് തന്നെ നമ്മൾ പറയണം. നമുക്കറിയാം, നമ്മൾ ഇൻ കേസ് എങ്ങാനും ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും സസ്പെക്റ്റഡ് നോൺ കംപ്ലയൻസ് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ചെയ്യേണ്ടത്, മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി വീണ്ടും റീഅസസ് ചെയ്യണം. അതേപോലെ തന്നെ ഓഡിറ്റ് എവിഡൻസ് അവിടെ ഫെർദർ ഒബ്റ്റൈൻ ചെയ്യണം. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ എവിഡൻസുകൾ ഒബ്റ്റൈൻ ചെയ്യണം എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓഡിറ്റ് പ്ലാനിങ്ങിൻ്റെ മേലെ ഇംപ്ലിക്കേഷൻ ഉണ്ടാവും. കാരണം നമ്മൾ കൺട്രോൾ അപ്രോച്ച് ഓഡിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റിംഗ് അപ്രോച്ചിൻ്റെ അകത്ത് കൂടുതൽ റിവിഷൻ കൊണ്ടുവന്ന് കൂടുതൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യണോ, ഈ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മളോട് പറയാണ്, യു ക്യാൻ ഗീവ് യുവർ ആൻസർ ഇൻ എനി മാനർ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാം. ഒരു സ്പെസിഫിക് ആൻസർ തന്നെ അവിടെ വേണമെന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ടെയിലേർഡ് ആയിട്ട് പ്രോപ്പർലി ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഇങ്ങനെ ഒരു ഇഷ്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓഡിറ്റിൻ്റെ പ്ലാനിങ്ങിൽ എന്തൊക്കെ ഇംപ്ലിക്കേഷൻ വരും എന്നുള്ള കാര്യം പറയാം. നിങ്ങളുടെ ഓഡിറ്റ് അപ്രോച്ചിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ മതി. ബട്ട് അത് പ്രോപ്പർലി സിനാരിയോനെ ബേസ് ചെയ്ത് ടെയിലേർഡ് ആയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. സോ ഇത്രയായിരുന്നു നമുക്കിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന റിക്വയർമെൻറ്റ്. ഞാൻ നമ്മളോട് പറയാണ്, നമുക്ക് ഓവറോൾ പ്രൊഫഷണൽ സ്കിൽസ് നമുക്കിനിയും മാർക്ക് കിട്ടാനായിട്ടുണ്ട്. അതായത് നമുക്കറിയാം, നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർലി നടത്തി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് ഓൾമോസ്റ്റ് 4 മാർക്സ് നമുക്ക് കിട്ടും. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളെല്ലാ ആൻസേഴ്സും എഴുതേണ്ടത് ബ്രീഫിംഗ് നോട്ടിൻ്റെ ഫോമാറ്റിലാണ്. നമ്മൾ പ്രോപ്പർലി അപ്പം ബ്രീഫിംഗ് നോട്ടിൻ്റെ ഫോമാറ്റ് ഫോളോ ചെയ്യുക. അതായത് ടു, ഫ്രം, സബ്ജക്റ്റ്, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യുക, ഓരോരോ സബ് ഹെഡും കൊടുത്തു പോവുക. അതേപോലെ തന്നെ അറ്റ് ദ എൻഡ് കൺക്ലൂഷൻ പാരഗ്രാഫും കൊടുക്കുക. സോ ഇതെല്ലാം പ്രോപ്പർലി കൊടുക്കുന്നതിനായിരിക്കും നമുക്ക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് മാർക്സ് കിട്ടുക. സോ ഇറ്റ്സ് എ വെരി ഈസിലി സ്കോറബിൾ മാർക്ക്. സോ ആ മാർക്കും കൂടെ സ്കോർ ചെയ്യുന്ന രീതിയിൽ തന്നെ ആലോചിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ട്രിപ്പിളിൽ ടെസ്റ്റ് ചെയ്യുക. സോ യു ഹാവ് ടു ഹാവ് പ്രോപ്പർ നോളജ് ഇൻ ഓൾ ഓഫ് ദിസ് ഏരിയാസ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇൻ ടോട്ടൽ നമുക്ക് 14 മാർക്സിനായിരുന്നു ഓഡിറ്റ് റിസ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലസ് 10 മാർക്സിന് ബിസിനസ് റിസ്ക് ചോദിച്ചു. സോ 24 മാർക്സിനാണ് നമുക്ക് ഇൻ ടോട്ടൽ റിസ്കിൻ്റെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നത്. ആൻഡ് ഓൾമോസ്റ്റ് 16 മാർക്സിന് നമുക്ക് അതർ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. നോർമലി എത്തിക്സും നമ്മുടെ 50 മാർക്സിൻ്റെ ഏരിയയിൽ വരാറുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് 2 ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈക്വലി ടൈം അലോക്കേറ്റ് ചെയ്ത് തന്നെ ചെയ്യുക. ഒരിക്കലും റിസ്കിൻ്റെ ഏരിയയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ ക്ലിയർ ആവാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ യു ഹാവ് ടു ഗീവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഫോർ ബോത്ത് ഏരിയാസ്. സോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യുന്ന സമയത്ത്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഏരിയ ഓഫ് 25 മാർക്സ്. സോ നമുക്കറിയാം, നമുക്ക് ബേസിക്കലി 2 25 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ട്രിപ്പിൾ പേപ്പറിൻ്റെ അകത്തുള്ളത്. സോ ഈച്ച് ഓഫ് ദിസ് 25 മാർക്സിൻ്റെ ഏരിയാസ് നമുക്കിനി നോക്കാം. സോ നമുക്ക് അറിയാം, നമ്മുടെ 50 മാർക്സിൻ്റെ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ
25 മാർക്സിൻ്റെ ഏരിയയിലേക്കും നമുക്ക് സിമിലർ കേസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരാം. സോ അക്കൗണ്ടിങ് നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി 25 മാർക്സ് ഏരിയ ആസ് വെൽ. ബട്ട് ഈ പ്രാവശ്യത്തെ 25 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ബേസ്ഡ് ഓൺ എത്തിക്സ്, കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ എത്തിക്സ്. സോ നമ്മളോട് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ അകത്ത് 2 റിക്വയർമെൻറ്റ്സ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദി എത്തിക്കൽ ത്രെഡ്സ് ഐഡൻറ്റിഫൈഡ് ബൈ ദ എൻഗേജ്മെൻറ്റ് മാനേജർ. And secondly, evaluate the proposed safeguards and where appropriate, recommend alternative safeguards which may be applied by Pickle & Co. അപ്പോൾ നമ്മുടെ അടുത്ത് എത്തിക്കൽ സേഫ് ഗാർഡ്സും അതേപോലെ തന്നെ എത്തിക്കൽ ത്രെഡ്സും ചോദിച്ചിട്ടുണ്ട്. സോ സാധാരണ നമ്മൾ തന്നെ ത്രെഡ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ബട്ട് ഇവിടെ ഓൾറെഡി ത്രെഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്ത ത്രെഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അതേപോലെ തന്നെ അവർ കുറച്ച് സേഫ് ഗാർഡ്സും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മളോട് എന്തൊക്കെയാണ് സേഫ് ഗാർഡ്സ് വേണ്ടതെന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിന് പുറമേ നമുക്ക് ഒരു 25 മാർക്സിൻ്റെ ഏരിയയും കൂടി ഉണ്ട്. അവിടെയും നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് 10 മാർക്സിന് പ്രൊഫഷണൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ആണ് വിത്ത് റിഗാർഡിങ് അപ്പോയിൻമെൻറ്റ്. സോ വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് ലേറ്റർ. ആദ്യം നമുക്ക് ഈ ഒരു 10 മാർക്കിൻ്റെ ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. സോ എത്തിക്കൽ ത്രെഡ്സ് ആൻഡ് സേഫ് ഗാർഡ്സ് ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, കോഡ് ഓഫ് എത്തിക്സിനെ കുറിച്ച് പ്രോപ്പർ നോളജ് ഇല്ലാണ്ട് നമുക്കിവിടെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ എത്തിക്കൽ ഇഷ്യൂസ് ആക്ച്വലി നമുക്ക് പിക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്കറിയാം എത്തിക്കൽ ത്രെഡ്സ് അൾട്ടിമേറ്റ്ലി 5 ത്രെഡ്സിലേക്ക് അത് റിസൾട്ട് ചെയ്യുള്ളൂ. സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് റിവ്യൂ, അഡ്വക്കസി, ഫെമിലിയാരിറ്റി ആൻഡ് ഇൻറ്റിമിഡേഷൻ. സിനാരിയോക്കകത്ത് ഏതൊരു കേസ് പറയുന്ന സമയത്തും നമ്മുടെ സൈഡിൽ നിന്നുള്ള പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനേക്കാളും പേഴ്സണൽ ഇൻട്രസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സെൽഫ് ഇൻട്രസ്റ്റ്, റൈറ്റ്? അതേപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിലാണ് സെൽഫ് റിവ്യൂ ത്രെഡ് വരിക. നമ്മൾ ക്ലയൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അവിടെ ഒരു അഡ്വക്കസി ത്രെഡ് വരുന്നുണ്ടാവുക. സെയിം as ദാറ്റ് നമ്മളും ക്ലയൻറ്റും തമ്മിലുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന് പുറമെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്ന കേസുകളിലാണ് അത് ഫെമിലിയാരിറ്റി ത്രെഡിലേക്ക് ലീഡ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഓഡിറ്റിൻ്റെ സ്കോപ്പിനെ എഫക്ട് ചെയ്യുന്ന കേസുകൾ, നമ്മൾ ഇൻറ്റിമിഡേറ്റ് ചെയ്യാനായിട്ടുള്ള കേസുകൾ, അതായത് പോസിബിലിറ്റി ഓഫ് ത്രെറ്റനിങ് അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് ഹാവിങ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓവർ അസ്, ഈ കേസുകളിലൊക്കെ ആയിരിക്കും അവിടെ നമുക്ക് ഫൈനലി ഇൻറ്റിമിഡേഷൻ ത്രെഡ് വരിക. സോ അൾട്ടിമേറ്റ്ലി ഈ ഒരു 5 ത്രെഡിൽ എവിടെ വേണമെങ്കിലും ത്രെഡ്സ് വന്ന് എത്തി നിൽക്കാം. ബേസിക്കലി ഫീ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതൊന്നെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻറ്റിമിഡേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കാം വരിക. നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു വർക്കിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊന്നെങ്കിൽ അഡ്വക്കസി അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് റിവ്യൂ ത്രെഡിലായിരിക്കും വരിക. നമ്മളും ക്ലയൻറ്റും നമ്മളുടെ റിലേഷൻഷിപ്പ് കാരണം കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസൊക്കെ പലപ്പോഴും സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫെമിലിയാരിറ്റിയിലായിരിക്കും വരിക. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ത്രെഡിനെ കുറിച്ച് പ്രോപ്പർ നോളജ് വേണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ആൻഡ് നമ്മൾ സേഫ് ഗാർഡ്സ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ലിസ്റ്റഡ് ക്ലയൻസിനുള്ള സേഫ് ഗാർഡ്സും നോൺ ലിസ്റ്റഡ് ക്ലയൻസിനുള്ള സേഫ് ഗാർഡ്സും ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആ സേഫ് ഗാർഡ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. സിനാരിയോ കിട്ടുമ്പോഴേ നിങ്ങൾ നോക്കുകയും ചെയ്യണം അതൊരു ലിസ്റ്റഡ് ക്ലയൻ്റ് ആണോ നോൺ ലിസ്റ്റഡ് ക്ലയൻ്റ് ആണോ എന്ന്. ആൻഡ് അക്കോർഡിംഗ്ലി വേണം നമ്മൾ ആൻസേഴ്സും പ്രൊവൈഡ് ചെയ്യാൻ. സോ എക്സാമിനർ ഇവിടെ പറയുന്ന കാര്യം സെയിം തന്നെയാണ്. റിക്വയർമെന്റ് എ ആൻഡ് ബിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞു. ബട്ട് ഇവിടെയും എക്സാമിനർക്കുള്ള ജനറൽ കമന്റ് ഇതാണ്, ജനറിക് ആൻസേഴ്സ് ആണ് സ്റ്റുഡൻസ് എഴുതിയേക്കുന്നത് ആസ് യൂഷ്വൽ. ആൻഡ് എപ്പോഴും പറയാറുള്ള സെയിം കാര്യം തന്നെ. ആൻഡ് എക്സാമിനർ പറയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് എത്തിക്കൽ ത്രെഡ്സ് ഓരോന്നും ഈ ഓഡിറ്റ് മാനേജർ ഐഡന്റിഫൈ ചെയ്തത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ സേഫ് ഗാർഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ പലപ്പോഴും ഇവിടെയും സ്റ്റുഡൻസ് ചെയ്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിക്കൽ ത്രെട്ട് എന്തുകൊണ്ടാണ് ത്രെട്ട് ആയെന്നുള്ള കാര്യം അവർ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ് ഓഡിറ്റിൽ വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരും പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടില്ല. അതാ പറഞ്ഞ മോസ്റ്റ് കാൻഡിഡേറ്റ്സ് സിനാരിയോക്കകത്തുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ലോങ് അസോസിയേഷൻ ഫെമിലിയാരിറ്റിയിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ള കാര്യം. ബട്ട് വൈ ദിസ് ഈസ് എ സ്പെസിഫിക് ഇഷ്യൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതാണ് വീക്കർ ആൻസേഴ്സിൻ്റെ കേസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സിനാരിയോ. അതേപോലെ തന്നെ എത്തിക്കൽ ത്രെഡ്സ് ഐഡന്റിഫൈ ചെയ്തേക്കുന്ന റെലവൻ്റ് ആണ്. അവിടെ നമുക്ക് ടെക്നിക്കൽ മാർക്ക് കിട്ടും. പക്ഷേ ആ മാർക്ക് അവിടെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുക. കാരണം നമ്മുടെ ആൻസേഴ്സ് എന്തായിരിക്കണം, ഷുഡ് ബി സ്പെസിഫിക് ടു സിനാരിയോ. അപ്പോൾ നിങ്ങൾ സിനാരിയോനെ ബേസ് ചെയ്ത് അത് എങ്ങനെയാണ് നമ്മുടെ ഓഡിറ്റിനെ ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാണ് വീണ്ടും എക്സാമിൽ നമുക്ക് ഓർപ്പിച്ച് തരുന്നൊരു കാര്യമാണ്, ട്രിപ്പിളേക്കകത്ത് ഡയറക്റ്റ് തിയറിക്ക് നമുക്ക് ഒരുപാട് മാർക്ക് കിട്ടില്ല, മിനിമം മാർക്സ് മാത്രമേ കിട്ടുള്ളൂ. സോ നിങ്ങളുടെ ആൻസേഴ്സ് ഓരോന്നും ടൈലർഡ് ടു സിനാരിയോ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും എക്സാമിനോട് മാർക്ക് തരിക. അതുപോലെ തന്നെ എക്സാമിന് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിസ്റ്റഡ് ക്ലയൻസിനും നോൺ ലിസ്റ്റഡ് ക്ലയൻസിനുള്ള റൂൾസ് ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ പ്രോപ്പർലി മനസ്സിലാക്കുക ലിസ്റ്റഡ് ക്ലയൻ്റ് ആണോ നോൺ ലിസ്റ്റഡ് ക്ലയൻ്റ് ആണോ എന്ന്, ആൻഡ് സ്പെസിഫിക് ടു ദി സിനാരിയോ തന്നെ അപ്ലൈ ചെയ്യുക. ആൻഡ് ഇവിടെ പറയുന്നൊരു മേജർ കാര്യമാണ്, പല കാൻഡിഡേറ്റ്സും എൻഗേജ്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണോ ആ പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സേഫ് ഗാർഡ്സ് അല്ല പറഞ്ഞേക്കുന്നത്.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സിനാരിയോയ്ക്കകത്ത് എന്താണോ പറഞ്ഞേക്കുന്നത് പ്രോപ്പർലി വായിച്ച് മനസ്സിലാക്കുക, അതിനെ കൗണ്ടർ ചെയ്തിട്ടുള്ള പോയിന്റ്സ് തന്നെ വേണം നമ്മൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ്ലി പറയുന്നൊരു കാര്യമാണ്, ഇവിടെ നമ്മളോട് രണ്ടാമത് ചോദിച്ചേക്കുന്ന റിക്വയർമെൻ്റ് ആണ് ഓൾട്ടർനേറ്റീവ് സേഫ് ഗാർഡ്സ് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് സേഫ് ഗാർഡ്സ് എടുക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെയും അവർ പറയുന്നൊരു മിക്സഡ് റിവ്യൂ ആണ്. പലരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം കുറേ കുട്ടികൾ വളരെ വീക്കറായിട്ടാണ് ആൻസേഴ്സ് എഴുതിയേക്കുന്നത്. അതിന് റീസൺ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ കൊടുക്കുന്ന സേഫ് ഗാർഡ്സ് എന്താണെന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ടാണ് ആൻസേഴ്സ് എഴുതിയേക്കുന്നത്. നമുക്ക് എന്താണോ സേഫ് ഗാർഡ്സ് വേണ്ടത് ആ സേഫ് ഗാർഡ്സ് നേരെ എഴുതി പോവാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ അടുത്ത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവർ കൊടുത്തേക്കുന്ന സേഫ് ഗാർഡ്സിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. സോ അവർ കൊടുത്തേക്കുന്നതിനാണ് നിങ്ങൾ വീണ്ടും സേഫ് ഗാർഡ്സ് ആയിട്ട് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആൻസർ എങ്ങനെ എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കുന്ന ഇഷ്യൂ എന്താണെന്നുള്ളത് നോക്കുക. ആ ഇഷ്യൂ കാരണം കൊണ്ട് വൈഡർ ഇംപ്ലിക്കേഷൻ എന്താണ് ഓഡിറ്റിൻ്റെ അകത്ത് വരുന്നതെന്ന് നോക്കുക. ആ ഇഷ്യൂവിനെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള മെഷർ എന്താണെന്നുള്ളത് നമ്മൾ എടുക്കുക. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വീക്കർ ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ അകത്തുള്ളൊരു പാർട്ണറാണ് അവിടെ ഓഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ആയിരിക്കരുത് നമ്മൾ പറയുന്നത്, പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആളെ റീപ്ലേസ് ചെയ്യാനായിരിക്കും പറയേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് മാനേജറിൻ്റെ വൈഫ് ക്ലയൻറ്റ് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും മാർക്ക് കിട്ടില്ല. അവിടെ നമുക്ക് ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, വി ഹാവ് ടു റിമൂവ് ദം ഫ്രം ദ എൻഗേജ്മെൻറ്റ് ടീം ആൻഡ് ഓൾട്ടർനേറ്റീവ് എൻഗേജ്മെൻറ്റ് മാനേജർ ഹാവ് ടു ബി അപ്പോയിൻറ്റഡ്. സോ അങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സേഫ് ഗാർഡ് എന്താണോ ആ സേഫ് ഗാർഡ് തന്നെ വേണം നമ്മൾ കൊടുക്കാൻ. ഇനി നമുക്ക് രണ്ടാമത് ഈ റിക്വയർമെൻറ്റ് തന്നെ ചോദിച്ചിരുന്ന കാര്യമായിരുന്നു പ്രൊഫഷണൽ ആൻഡ് എത്തിക്കൽ മാറ്റേഴ്സ് എന്തൊക്കെയാണ് ഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ സിനാരിയോനെ ബേസ് ചെയ്ത് വരിക. അതുപോലെ തന്നെ നമ്മളോട് അവിടെ ചോദിക്കുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന്. സോ ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് ഇത്ര തന്നെയുള്ളൂ. ഇപ്പോൾ നമ്മൾ അവിടെ ചാർജ് ചെയ്യാൻ പോകുന്ന ഫീസിനെ ബേസ് ചെയ്ത് എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. കാരണം സ്പെസിഫിക്കലി നമ്മളോട് ചോദിച്ചു എത്തിക്കൽ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഫീസ് ആണ്. അപ്പോൾ നമ്മളവിടെ നോക്കണം, ജനറൽ ആയിട്ടുള്ള രീതിയിൽ ആൻസർ എഴുതരുത്. സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്നുള്ള കാര്യം നോക്കുക. ആൻഡ് സിനാരിയോനെ ബേസ് ചെയ്ത് തന്നെ ആൻസർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇവിടെ എക്സാമിന് പറഞ്ഞേക്കുന്ന മേജർ പ്രോബ്ലം ആണ്, പല കുട്ടികൾക്കും ഫീസിനെ ബേസ് ചെയ്ത് എത്തിക്കൽ ത്രെട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് കോഡ് പ്രകാരം അറിയുന്നുണ്ടാവില്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പെർസെൻറ്റേജ് ഓർ കണ്ടിജൻറ്റ് ഫീസ്, ഹൈ പെർസെൻറ്റേജ് ഫീസ്, അതേപോലെ തന്നെ ലോ ബോളിങ്ങിനുള്ള പോസിബിലിറ്റീസ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം അല്ലെങ്കിൽ ഓവർ ഡ്യൂ ഫീസ്, ഇതൊക്കെ റിസൾട്ട് ചെയ്യുന്ന സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റിലാണ്. ബട്ട് ആ സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിസൾട്ട് ചെയ്യുന്നതെന്നുള്ള നോളജ് പോലും കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എക്സാമിനർ പറയുന്ന ഫസ്റ്റ് ഇഷ്യൂ. അതേപോലെ തന്നെ എക്സാമിനർ പറയുന്ന കാര്യമാണ് ഈ ക്ലയൻറ്റ് വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ ലിസ്റ്റഡ് ആവുമെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോൺ ലിസ്റ്റഡ് ആണ് എന്നുള്ള ബേസിസിൽ മാത്രം അവിടെ കാര്യങ്ങൾ ചെയ്താൽ പോരാ, നമ്മൾ പിന്നീട് ഓഡിറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അത് ലിസ്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ അപ്പോഴും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ടേമിലേക്ക് നമ്മുടെ ഫിനാൻഷ്യൽസ് റിഫ്ലക്ട് ചെയ്യുന്ന എന്തെങ്കിലും സർവീസാണ് ചെയ്തു കൊടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ലിസ്റ്റഡ് ആയതിനു ശേഷമുള്ള സിറ്റുവേഷനും കൂടി നിങ്ങളവിടെ കൺസിഡർ ചെയ്യണം. കാരണം സ്പെസിഫിക്കലി ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ ഇത് ലിസ്റ്റഡ് ആവുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയാണ്, വീണ്ടും വീണ്ടും അവർ റിമൈൻഡ് ചെയ്യുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾ പ്രോപ്പർലി റിക്വയർമെൻറ്റ് വായിക്കുക. അതേപോലെ തന്നെ സിനാരിയോയ്ക്കകത്ത് തന്നേക്കുന്ന ഡീറ്റെയിൽസും കൂടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എക്സാമിന് പറഞ്ഞേക്കുന്ന കാര്യമാണ്, ഇവിടെ പലപ്പോഴും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയേക്കുന്ന ഒരു കാര്യമാണ് പ്രൊപ്പോസ്ഡ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്തേക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ നമ്മൾ പറയാണ് അവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആയി മാറുന്നത്, അതിൻ്റെ ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ് ഓഡിറ്ററിൻ്റെ ഇൻഡിപെൻഡൻസിനെ അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലരും പറഞ്ഞിട്ടില്ല. സോ എപ്പോഴും ശ്രദ്ധിക്കുക, എത്തിക്സിൻ്റെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ എത്തിക്കൽ ത്രെഡ്സ്. നിങ്ങൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക അത് എന്തുകൊണ്ടാണ് ഒരു എത്തിക്കൽ ത്രെട്ട് ആയത് എന്നുള്ള കാര്യം. ആൻഡ് അതിനെ ജസ്റ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ റീസൺ പ്രോപ്പർലി മെൻഷൻ ചെയ്തതിന് ശേഷം സേഫ് ഗാർഡ് എന്താണ് വേണ്ടത് ആ സേഫ് ഗാർഡും പ്രോപ്പർലി കൊടുക്കുക. സോ ഐഡൻറ്റിഫൈ ദ എത്തിക്കൽ ത്രെഡ്, എക്സ്പ്ലെയിൻ വൈ ഇറ്റ്സ് എത്തിക്കൽ ത്രെഡ്, ഗീവ് ദ റിലേറ്റഡ് സേഫ് ഗാർഡ് സ്പെസിഫിക്കലി അക്കോർഡിംഗ് ടു ദ സിനാരിയോ. സോ ഈ രീതിയിൽ ആൻസർ ചെയ്താലായിരിക്കും നമുക്ക് എത്തിക്സിൻ്റെ ഏരിയ നിന്ന് നല്ല സ്കോർ ചെയ്യാൻ പറ്റുക. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, യാ. ആൻഡ് നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് 25 മാർക്സ് ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ ഫൈനൽ വൺ. സോ നമ്മുടെ അടുത്ത് ഇവിടെ കുക്കു എന്ന് പറയുന്ന കമ്പനീനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ആൻഡ് നോർമലി നമുക്കറിയാം 125 മാർക്ക് ക്വസ്റ്റ്യൻ വിൽ ഓൾവേസ് ബി ബേസ്ഡ് ഓൺ കംപ്ലീഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റേജ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ കംപ്ലീഷൻ ആൻഡ് റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്കൊരു സിനാരിയോ തന്നേക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഓഡിറ്റ് മാനേജർ ആണെന്ന് പറഞ്ഞു സ്ട്രൈക്ക് കമ്പനിയുടെ, ആൻഡ് കുക്കു ഗ്രൂപ്പിൻ്റെ ഓഡിറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഡിറ്റ് ആൻഡ് ആ ഗ്രൂപ്പിലുള്ള എല്ലാ കമ്പനീസിനും സെയിം ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് അവർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് വിത്തിൻ നെക്സ്റ്റ് 2 വീക്സിനുള്ളിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ക്ലയൻറ്റ് കമ്പനി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലുള്ള ക്ലയൻ്റ് ആണ്, ആൻഡ് ദാറ്റ് ടു ഇറ്റ്സ് എ ലിസ്റ്റഡ് ക്ലയൻറ്റ്. സോ ഇത്രയും ഡീറ്റെയിൽസ് തന്നു, ആൻഡ് ദേ ഹാവ് ഓൾസോ ഗിവൺ അസ് ദ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഓൾസോ. അതിനുശേഷം നമ്മുടെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചേക്കുന്ന ഈ റിക്വയർമെൻറ്റ്, നമുക്കിപ്പോൾ തന്നേക്കുന്ന ഈ റിക്വയർമെൻറ്റ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇൻ്റർനാഷണൽ ആൻഡ് സിംഗപ്പൂർ വേരിയൻറ്റ് എക്സാംസ്. സോ ഐ ബിലീവ് നോർമലി നമ്മുടെ ഇവിടെ നിന്നുള്ള എല്ലാ കുട്ടികളും തന്നെ ഇൻ്റർനാഷണൽ വേരിയൻ്റ് ആണ് ചെയ്യൽ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന റിക്വയർമെൻറ്റ്, ഡിസ്കസ് ദ ഗ്രൂപ്പ് ഓഡിറ്റേഴ്സ് കൺസിഡറേഷൻ വെൻ ഡിറ്റർമൈനിങ് വിച്ച് കോമ്പണൻറ്റ് ഗ്രൂപ്പ് ഓഡിറ്റ് ഷുഡ് ബി പെർഫോംഡ് ഓൺ. സോ ഗ്രൂപ്പ് ഓഡിറ്റേഴ്സായി നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഡിറ്റിലെ കോമ്പണൻറ്റ് ഓഡിറ്റിൻ്റെ വർക്ക് എടുക്കുന്ന സമയത്ത്. സോ നമ്മളോട് ഇവിടെ റിക്വയർമെൻറ്റ് ഒരു സ്റ്റാൻഡ് അലോൺ റിക്വയർമെൻ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ എന്തൊക്കെയാണ് ഗ്രൂപ്പ് ഓഡിറ്റേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് കോമ്പണൻറ്റ് ഓഡിറ്റിൻ്റെ വർക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത്. സോ ഈ ആൻസർ വളരെ പുവർലി ആണ് സ്ട്രക്ചർ ചെയ്തിരുന്നതെന്നാണ് എക്സാമിനർ പറയുക. അതിന് വൺ ഓഫ് ദി മേജർ റീസൺ എക്സാമിനർ പറയുന്നതാണ്, പലർക്കും എന്താണ് കോമ്പണൻറ്റ് എന്നുള്ളത് തന്നെ മനസ്സിലായില്ല, അല്ലെങ്കിൽ കോമ്പണൻറ്റ് ഓഡിറ്റർ എന്നുള്ളത് തന്നെ മനസ്സിലായില്ല. നമ്മൾ ISA 600 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്പെസിഫിക് കൺസിഡറേഷൻ ഇൻ റിലേഷൻ ടു ദ ഗ്രൂപ്പ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ അതിൻ്റെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് തന്നെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. അവിടെ നമ്മൾ പഠിച്ചു ഓഡിറ്ററായി നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത് വൈൽ അപ്പോയിന്റിങ് ആസ് എ ഗ്രൂപ്പ് ഓഡിറ്റർ അല്ലെങ്കിൽ വൈൽ അപ്പോയിന്റിങ് ആസ് എ കോമ്പണൻറ്റ് ഓഡിറ്റർ എന്ന്. അത് തന്നെയാണ് നമ്മുടെ അടുത്ത് ഇവിടെ ഡയറക്ട്ലി ചോദിച്ചേക്കുന്നത്. ആൻഡ് ഇവിടെ കോമ്പണൻറ്റ് ഓഡിറ്റർ എന്നുള്ള ടേമാണ് പലർക്കും മനസ്സിലാവാതെ പോയതെന്നാണ് എക്സാമിന് പറഞ്ഞത്. പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് പഠിച്ച സമയത്ത് ഏറ്റവും ആദ്യമേ തന്നെ പഠിച്ചതായിരുന്നു എന്താണ് കോമ്പണൻസ് എന്ന്. നമുക്കറിയാം ഒരു ഗ്രൂപ്പിൽ വരുന്ന ഒരു പേരൻറ്റ് കമ്പനീനോ സബ്സിഡറി കമ്പനീനോ അസോസിയേറ്റിനോ ജോയിൻറ്റ് വെഞ്ചേഴ്സിനൊക്കെയാണ് കോമ്പണൻസ് എന്ന് പറയാം. ആൻഡ് അത് ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്ററിനെയാണ് കോമ്പണൻറ്റ് ഓഡിറ്റർ എന്ന് പറയാം. സോ ഈ കോമ്പണൻറ്റ് ഓഡിറ്റർ എന്താണെന്നാണ് പലർക്കും അറിയാഞ്ഞതെന്നാണ് എക്സാമിനർ പറയുന്നത്. അതുപോലെ തന്നെ എക്സാമിനർ നമ്മുടെ അടുത്ത് പറയുകയാണ് ISA 600 പോലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡാണ് സ്പെസിഫിക് കൺസിഡറേഷൻ ഫോർ ഗ്രൂപ്പ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ ഇതുപോലുള്ള സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ എന്താണെങ്കിലും റിവൈസ് ചെയ്യണം, കാരണം നോളജ് പാർട്ട് ടെസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അവിടെ പറഞ്ഞേക്കാണ് മൈനോറിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ് മാത്രമാണ് പ്രോപ്പർലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൗവർ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ, only a minority of candidates were able to discuss the determining the components to which perform audit work is a matter of significant auditor's judgment. Few candidates അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു ഇവിടുത്തെ അക്വിസിഷൻ റിലേറ്റഡ് കാര്യങ്ങളെക്കുറിച്ചെല്ലാം. ബെസ്റ്റ് ആൻസറിൻ്റെ അകത്ത് എങ്ങനെയാണ് വരേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പറഞ്ഞേക്കുന്ന ഓഡിറ്റ് എങ്ങനെയാണ് നമ്മുടെ റിസ്ക് അസസ്മെൻറ്റിൽ ഇൻവോൾവ് ആവുക, അതേപോലെ തന്നെ കൺട്രോൾ ഇഷ്യൂസ് എന്തൊക്കെ വരും, ഇൻകൺസിസ്റ്റൻസീസ് ഇൻ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഡീൽ ചെയ്യണം. നമ്മൾ പഠിച്ചതായിരുന്നു സിഗ്നിഫിക്കൻറ്റ് കോമ്പണൻറ്റിൻ്റെയും ഇൻസിഗ്നിഫിക്കൻറ്റ് കോമ്പണൻറ്റിൻ്റെയും എങ്ങനെ ഡീൽ ചെയ്യണം എന്ന്. സോ ഈ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ISA 600 നോളജ് പാർട്ട് പ്രോപ്പർലി റിവൈസ് ചെയ്യണം. സോ ആ നോളജ് പാർട്ടിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി UK ആൻഡ് അയർലൻഡ് വേർഷൻസിൻ്റെ അകത്ത് സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ മേ ബി ഇൻ്റർനാഷണൽ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ടാവില്ല, മേ ബി അല്ല പഠിക്കുന്നില്ല. സോ കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് പ്രകാരം ഓഡിറ്റ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിൻ്റെ വർക്ക് ഇഫക്റ്റീവ്നെസ്സും അസസ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇവിടെ ഓഡിറ്റിൻ്റെ ക്വാളിറ്റി എവിടെയൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ട മെയിൻ ഏരിയാസ് എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയും പറയുന്നത് ഇവിടുത്തെയും റെസ്പോൺസസ് എന്താണെന്ന് പറയുക, ഡിസപ്പോയിൻറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. കാരണം പല കാൻഡിഡേറ്റ്സിനും അറിയുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന്. ഹൗവർ UK വേരിയൻറ്റ് പഠിച്ചിട്ടുള്ളവർ പഠിച്ചിട്ടുണ്ടാവും എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിൻ്റെ ഇൻഡിപെൻഡൻസും അതേപോലെ തന്നെ അവർക്ക് ഈ ഓഡിറ്റ് പ്രോപ്പർലി പെർഫോം ചെയ്യാനായിട്ടുള്ള നോളജും എക്സ്പീരിയൻസും ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ബെസ്റ്റ് ആൻസേഴ്സ് എന്ന് പറയുന്നത് അവിടെ പറയാണ് ഇവിടെ ഫേമിൻ്റെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം, അതേപോലെ തന്നെ ഓഡിറ്റ് ടീമിന് അതെങ്ങനെ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഇവിടെ മാനേജ്മെൻറ്റിന് അവർക്ക് എങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് മെത്തഡോളജി എന്തൊക്കെയാണ്, റിസോഴ്സസ് എന്തൊക്കെയാണ്, ഇത് ഓരോന്നും സിനാരിയോനെ ബേസ് ചെയ്ത് എഴുതുക എന്നുള്ളതായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ബട്ട് അത് പ്രോപ്പർലി ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനി നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് നമ്മളെപ്പോഴും കാണാറുള്ള റിക്വയർമെൻ്റ് ആണ് റിക്വയർമെൻറ്റ് നമ്പർ B, മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ തന്നെ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡിൻ്റെ പല ഏരിയാസ് പഠിച്ചിട്ടുണ്ട്. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഫർദർ ആക്ഷൻ, മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഫർദർ പ്രൊസീജിയർ, ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെൻറ്റ്, മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ്. ഇതെല്ലാം നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ള ഏരിയാസ് ആണ്. ഇതിലേത് ചോദിച്ചു കഴിഞ്ഞാലും മാറ്റേഴ്സ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങളവിടെ പ്രോപ്പർലി മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക, അവിടുത്തെ ഇഷ്യൂ എന്താണെന്നുള്ളത് പറയണം. ആദ്യം തന്നെ നിങ്ങൾ എന്നിട്ട് അവിടെ പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് മെൻഷൻ ചെയ്യുക. അവിടെ എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് തെറ്റായിട്ട് സംഭവിച്ചത്, വാട്ട് വെൻ റോങ് അല്ലെങ്കിൽ വാട്ട് വിൽ ഗോ റോങ് പറയുക. ആൻഡ് അത് കാരണം കൊണ്ട് FSC വരാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണോ അതും പറയുക. അപ്പോൾ മെറ്റീരിയാലിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവണം,
അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. വാട്ട് വിൽ ഗോ റോങ് അല്ലെങ്കിൽ വാട്ട് വെൻ റോങ് സ്പെസിഫിക് ടു സിനാരിയോ പറയാം. അവിടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടെ സിനാരിയും കൂടെ മിക്സപ്പ് ചെയ്തിട്ട് വേണം പറയാൻ. ആൻഡ് ഫൈനലി ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എന്താണെന്നുള്ളത് കാണിക്കണം. ആൻഡ് ഓഡിറ്റ് എവിഡൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വെക്കേണ്ട പെർസ്പെക്റ്റീവ് ഇതാന്ന് പറഞ്ഞു. ഓൾറെഡി ഒരാൾ ഓഡിറ്റ് പെർഫോം ചെയ്തിട്ടുണ്ട്, അയാൾ ഇവിടെ ഓൾറെഡി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്ത് എവിഡൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും ആ ഇരിക്കുന്ന എവിഡൻസുകൾ എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കുക, ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്, ആ പ്രൊസീജിയർ ചെയ്ത് അവിടെ എന്തൊക്കെ എവിഡൻസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞാൽ മതി. സോ ലിറ്ററലി നിങ്ങൾ അവിടെ വേണ്ട ഡോക്യുമെൻ്റ് ഓർ ഇൻഫർമേഷൻ എന്താണ്, അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് പറയാം. ബട്ട് പേർപ്പസ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് ക്ലിയർലി പേർപ്പസ് മെൻഷൻ ചെയ്യണം. അതായത് സാധാരണ നമ്മൾ പറയും ഒബ്റ്റെയിൻ റിട്ടൺ റെപ്രസെൻറ്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ് ഫോർ ഡാഷ് ആൻഡ് ഡാഷ്. അതിന് പകരം ഇവിടെ എന്തായിരിക്കും പറയുക, എ കോപ്പി ഓഫ് റിട്ടൺ റെപ്രസെൻറ്റേഷൻ അബൌട്ട് ഡാഷ് ഫോർ ദ പേർപ്പസ് ഓഫ് ഡാഷ് എന്താണെന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്യാം. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സിനാരിയോനെ ബേസ് ചെയ്ത് അവർ ചോദിച്ചിരുന്നത് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ്. ആസ് വി നോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ IFRS 5 നോൺ കറന്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. സ്ട്രോങ് ആൻസേഴ്സ് അവർ പറയുന്നു ആസ് യൂഷ്വൽ സിനാരിയോനെ ബേസ് ചെയ്ത് തന്നെയാണ് എഴുതിയേക്കുന്നത്. അവിടെ സിനാരിയോയ്ക്കകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസൻസ് ഓഫ് പൊട്ടൻഷ്യൽ ബയേഴ്സിനെ കുറിച്ച്, ആക്റ്റീവ് പ്രോഗ്രാംസിനെ കുറിച്ച്, അതേപോലെ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് നെഗോസിയേഷൻസ് നടക്കുകയാണ്, ഡ്യൂ ഡിലിജൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, ഇമ്മീഡിയറ്റ് സെയിലിന് വേണ്ടിയിട്ട് ഹൈലി പ്രോബബിൾ ആണെന്ന് പറയുന്നുണ്ട്. സോ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സിനാരിയോയിൽ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സിനാരിയോനെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ ആൻസർ എഴുതുക. പക്ഷേ ഇവിടെ പറയാണ് IFRS 5 ക്രൈറ്റീരിയ ക്ലയൻറ്റ് ഫോളോ ചെയ്തിട്ടില്ല എന്ന് വിത്തൗട്ട് എനി റീസണബിൾ ബാക്ക്ഗ്രൗണ്ട് സിനാരിയോനെ ബേസ് ചെയ്യാനാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നമ്മൾ പറയുന്നത് ഗുഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടെക്നിക്കൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് മെൻഷൻ ചെയ്തതിന്. ഹൗവർ അവിടെ പറയുന്നത് എന്താണ്, സ്ട്രോങ് ആൻസേഴ്സിന് പകരം അവിടെ പൂർ ആൻസേഴ്സിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും, പ്രോപ്പർലി ട്രീറ്റ്മെൻറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പറയാണ് ഈ ബെറ്റർ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം ഇംപ്ലിക്കേഷൻ ഓഫ് ഡിസ്ക്ലോഷേഴ്സിനെ കുറിച്ചും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് അത് വരുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചും. പക്ഷേ അവിടെയും ആൻസേഴ്സ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളോട് പറയാണ് ഓൾമോസ്റ്റ് ഇവിടുത്തെ ആൻസേഴ്സ് ഒക്കെ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. വീക്കർ ആൻസേഴ്സ് ഓഡിറ്റ് എവിഡൻസിൻ്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ആസ് യൂഷ്വൽ റിവ്യൂ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വിത്തൗട്ട് സ്പെസിഫൈങ് ദ നെയിം, അതേപോലെ തന്നെ റിവ്യൂ ബോർഡ് മിനിറ്റ്സ് എന്തിനാണെന്നുള്ള പറയുന്നില്ല, അങ്ങനെയുള്ള പറയാണ്ട് പോകുന്നതാണ് ഇഷ്യൂ. സ്ട്രോങ്ങർ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇംപേയ്മെൻറ്റ് റിവ്യൂ നടത്തിയതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എവിഡൻസുകളാവാം, അതേപോലെ തന്നെ സബ്സീക്വൻറ്റ് ഇവൻസിനെ ബേസ് ചെയ്തുള്ള പ്രൊസീജിയർ ആവാം. സോ പ്യുവർലി ബേസ്ഡ് ഓൺ സിനാരിയോ തന്നെ പ്രൊസീജിയേഴ്സ് എഴുതുന്നതാണ് സ്ട്രോങ്ങർ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് അടുത്ത് ചോദിച്ചേക്കുന്നതാണ്, നമ്മുടെ അടുത്തൊരു സിനാരിയോ തന്നിട്ട് നമ്മുടെ കുറച്ച് മുന്നത്തെ സിനാരിയോയുടെ തന്നെ എക്സ്റ്റൻഷൻ തന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് മാനേജ്മെൻറ്റ് ഇൻ കേസ് എങ്ങാനും അൺകറക്റ്റഡ് മിസ്റ്റേക്സ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓഡിറ്റ് ഒപ്പീനിയനിലും ഇമ്പാക്റ്റിലും ഓഡിറ്റ് റിപ്പോർട്ടിലും വരുന്ന ഇംപ്ലിക്കേഷൻ എന്താണ്. നമുക്കറിയാം റിപ്പോർട്ടിങ്ങിൻ്റെ ക്വസ്റ്റിൻ്റെ അകത്ത് എപ്പോഴും അതിൻ്റെ ഒപ്പം തന്നെ വരാനുള്ള കേസാണ് റിപ്പോർട്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ. ബട്ട് എക്സാമിനർ പറയുന്നത് എപ്പോഴും ഇതിൻ്റെ ആൻസർ ഡിസാറ്റിസ്ഫൈങ് ആണെന്നാണ് പറയുന്നത്. അതിന് മേജർ റീസൺ എന്താണെന്ന് എക്സാമിനർ പറയുന്ന കാരണമാണ് പല കുട്ടികളും ഒരു റിപ്പോർട്ടിംഗ് ഇംപ്ലിക്കേഷൻ അല്ല എഴുതുക. അതായത് റിപ്പോർട്ടിൻ്റെ അകത്ത് വരാൻ പോകുന്ന മോഡിഫിക്കേഷൻ ആണ് നിങ്ങൾ ഒറ്റ കേസ് എഴുതിയാൽ മതി. ഇവിടെ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു അവിടുത്തെ മിസ്റ്റേക്ക് എന്താണെന്ന്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് മോഡിഫൈഡ് ഒപ്പീനിയൻ ആണെങ്കിൽ അതിൽ ഏത് മോഡിഫിക്കേഷൻ, അൺമോഡിഫൈഡ് ആണെങ്കിൽ അൺമോഡിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ എക്സാമിനർ പറയാണ് പലപ്പോഴും കുട്ടികൾ പല പല ഓപ്ഷൻസ് ആണ് എഴുതാറ്. അതായത് ഇങ്ങനെയായിരിക്കും എഴുതി പോകുന്നുണ്ടാവുക, ഡിസ്ക്ലോഷർ കൊടുത്തില്ലെങ്കിൽ എന്ത് ഒപ്പീനിയൻ, മിസ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയൽ ആണ് പക്ഷേ പെർവേസീവ് അല്ലെങ്കിൽ എന്ത്, മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയലും അല്ല പെർവേസീവ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത്, മിസ്റ്റേക്ക് മെറ്റീരിയലും ആണ് പെർവേസീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത്. സോ നിങ്ങൾ അങ്ങനെ പല ഓപ്ഷൻസ് എഴുതണ്ട, ഏതാണോ സിനാരിയോക്കകത്തുള്ള ഇഷ്യൂ അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം സിനാരിയോക്കകത്ത് അൺകറക്റ്റഡ് മിസ്റ്റേക്ക് എത്രയാണോ മിസ്റ്റേക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അത് മെറ്റീരിയൽ ആണെന്ന് പറയുക, അത് പെർവേസീവ് ആണെന്ന് പറയുക, ഒപ്പീനിയൻ എന്താണെന്നുള്ളത് പറയുക, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയുക. ഇനി വേറെ ഏതെങ്കിലും അഡീഷണൽ പാരഗ്രാഫ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് സ്പെസിഫിക് ടു സിനാരിയോ, ലൈക്ക് emphasis of matter, other matter, key audit matter, material uncertainty relating to going concern, other information, അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കൂടി പറയുക. ആസ് ദേ ഹാവ് ആസ്ക്ഡ് ഫോർ ഇംപ്ലിക്കേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, അല്ലെങ്കിൽ അതേക്കുറിച്ച് ഒന്നും പറയണ്ട, ജസ്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറയാം, പെർവേസീവ് ആണെന്ന് പറയാം, ഒപ്പീനിയൻ പറയാം, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയാം. ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നാണ് എക്സാമിനർ പറയുന്നത്. അതേപോലെ തന്നെ എക്സാമിനർ പറയുന്നൊരു കാര്യമാണ് പലപ്പോഴും കുട്ടികൾ മെറ്റീരിയൽ ആണോ എന്നുള്ളത് പറഞ്ഞു വയ്ക്കും, പക്ഷെ പെർവേസീവ് ആണോ എന്നുള്ളത് പറയാറില്ല. നമുക്കറിയാം നമ്മൾ പെർവേസീവ്നെസ്സിന് 3 ക്രൈറ്റീരിയ പഠിക്കാറുണ്ട്. അതായത് ഒരു മിസ്റ്റേക്ക് മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർവേസീവ് ആണ്. ഒരു സിംഗിൾ എലമെന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അഫക്ട് ചെയ്തേക്കുന്നത്, അതിന്റെ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർവേസീവ് ആണ്. ദെൻ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഡിസ്ക്ലോഷേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലും പെർവേസീവ് ആണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എക്സാം അപ്രോച്ച് നിങ്ങൾ നോക്കുക, മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം പ്രോഫിറ്റ് ടു ലോസ് അല്ലെങ്കിൽ ലോസ് ടു പ്രോഫിറ്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് റീസ്റ്റേറ്റഡ് ആവുമെന്ന്, അങ്ങനെയാണെങ്കിലും പെർവേസീവ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം.
ബട്ട് ഈ അസംഷൻസ് ഒന്നും നോക്കാണ്ട് ജസ്റ്റ് പെർവേസീവ് ആണ് അല്ല, വിത്തൗട്ട് എനി ജസ്റ്റിഫിക്കേഷൻ ആണ് കുട്ടികൾ ആൻസേഴ്സ് എഴുതുന്നതെന്നാണ് എക്സാമിനർ പറയുക. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഡൺ. സോ പ്രോപ്പർ ആൻസേഴ്സിന് വേണ്ടിയിട്ട് മാക്സിമം പാസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനാണ് എക്സാമിനർ പറയുന്നത്, വിച്ച് മീൻസ് റിവിഷൻ കിറ്റ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് ആൻസർ എഴുതുന്ന സമയത്ത് നോക്കുക, മെറ്റീരിയൽ ആണോ, പെർവേസീവ് ആണോ, ഒപ്പീനിയൻ എന്താണ്, ബേസിസ് ഓഫ് ഒപ്പീനിയൻ എന്താണ്, അതൊരു എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിൻ്റെ ഏതിലേലും യൂസേജ് വരും എന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചും കൂടി പറയുക. ദാറ്റ്സ് ഇറ്റ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ മാർച്ച് ഒരു ജൂൺ 2024 എക്സാംസിന് ചോദിച്ചിരുന്നത്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്കറിയാം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ നോ മച്ച് പാറ്റേൺ ചേഞ്ച് ഇൻ ദ എക്സാം. ട്രിപ്പിളേക്കകത്ത് എപ്പോഴും നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഹവർ റിക്വയർമെൻറ്റിൻ്റെ വേർഡിങ്സിൽ സ്ലൈറ്റ് ചേഞ്ചസ് വരാം. അപ്പോൾ നമ്മൾ എല്ലാ കൈൻഡ് ഓഫ് റിക്വയർമെൻറ്റ്സും ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഏത് റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദിച്ചേക്കുന്നത്, സിമിലർ വൺ ഏതാണ്. ചിലപ്പോൾ ഐഡൻറ്റിക്കൽ വൺ ആയിരിക്കില്ല ഉണ്ടാവുക, സിമിലർ വൺ ഉണ്ടാവും. അപ്പോൾ അത് നോക്കുക. ഇനി എക്സാമിനർ നമ്മളോട് പലപ്പോഴും ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുള്ള കമൻറ്റ് 2 വാക്കിൽ അല്ലെങ്കിൽ 2 സെൻറ്റൻസിൽ കൺക്ലൂഡ് ചെയ്യാം. നമ്പർ 1, you need to have strong knowledge in accounting as well as more of that strong knowledge in auditing areas. രണ്ടാമതായിട്ട് നിങ്ങളോട് പറയാണ്, you have to properly give your answers specific to scenario. Tailored answers എഴുതാവുള്ളൂ, ജനറിക് റെസ്പോൺസസ് എഴുതരുത്. ഇതാണ് എക്സാമിനർ വീണ്ടും റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ഇവിടെ എക്സാമിനർ പറയുന്നൊരു കാര്യമാണ്, കാൻഡിഡേറ്റ്സിന് പലപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റാത്തത് ഈ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ഏരിയാസ് സിനാരിയോയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതാണ് ഏറ്റവും മെയിൻ ഇഷ്യൂസ് എന്നാണ് എക്സാമിനർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർലി സിനാരിയോ ബേസ്ഡ് ആയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതാൻ നോക്കുക. പിന്നെ എക്സാമിനർ പറയുന്ന ഒരു കാര്യമാണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഏരിയാസ് പോലും സ്റ്റുഡൻസ് പ്രോപ്പർലി എഴുതുന്നില്ല, ലൈക്ക് മെറ്റീരിയാലിറ്റി, എത്തിക്സ്, ഓഡിറ്റ് റിപ്പോർട്ടിംഗ്. സോ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മാക്സിമം പാസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത്. സോ പ്രാക്ടീസ് സോ ദാറ്റ് നിങ്ങൾക്കുള്ള നോളജ് ഗ്യാപ്പും അതേപോലെ തന്നെ പ്രാക്ടീസ് ഗ്യാപ്പും നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എക്സാമിനർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് അപ്ലൈഡ് സ്കിൽസ് ലെവലിലും അപ്ലൈഡ് നോളജ് ലെവലിലും സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവലിലും എല്ലാം ഉള്ള അക്കൗണ്ടിങ് നോളജ് നിങ്ങൾ കളക്ട് ചെയ്യണം. എസ്പെഷ്യലി യു ഹാവ് ടു ഹാവ് സ്ട്രോങ് നോളജ് ഇൻ SBS സ്റ്റാൻഡേർഡ്സ്. SBS സ്റ്റാൻഡേർഡ്സിൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സാമിന് പ്രോപ്പർലി ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ നോളജും കൂടി നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് പ്രോപ്പർലി സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്യുക. സോ ഈ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ആൻസേഴ്സ് എഴുതാൻ. സോ ഇൻ ടോട്ടൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൻ്റെ അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഐ ബിലീവ് വി ഹാവ് കവേർഡ് എവറിത്തിങ്. ഇതിന് പുറമെ നമ്മുടെ ഈ വരുന്ന സെപ്റ്റംബർ സെഷൻ ACC എക്സാംസിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീക്ക് കണ്ടക്ട് ചെയ്തു. ആൻഡ് അതിൻ്റെ റെക്കോർഡിങ്സും നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ യൂട്യൂബിൽ എലാൻസിൻ്റെ പേജിൽ അതിൻ്റെ റെക്കോർഡിങ്സ് ഉണ്ട്, ആ റെക്കോർഡിങ്സും നോക്കുക. സോ റെക്കോർഡിങ്സും ഈ കാര്യങ്ങളും എല്ലാം പ്രോപ്പർലി കണ്ട് റിവൈസ് ചെയ്യുക. മാക്സിമം ആസ് പോസിബിൾ ഏറ്റവും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഈ അറ്റംപ്റ്റിൽ തന്നെ എല്ലാവരും ക്ലിയർ ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് എവ്രി വൺ. ആൻഡ് എഗെയിൻ വൺ മോർ ടൈം, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സ്ട്രോങ് ആൻസേഴ്സ്, വീക്ക് ആൻസേഴ്സ്, ഇതൊക്കെ നമുക്കും ആപ്ലിക്കബിൾ ആണ് വെൻ ഇറ്റ് കംസ് ടു അവർ എക്സാംസ്. സോ യു ഹാവ് ടു കീപ് ഓൾ ഓഫ് ദീസ് തിങ്സ് ഇൻ മൈൻഡ്. ആൻഡ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ആൻസേഴ്സ് ഓരോന്നും റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ വരുന്ന സെപ്റ്റംബർ സെഷൻ എക്സാംസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ വീക്കറായിട്ട് കണ്ട ആൻസേഴ്സ് ഒന്നും നമ്മുടെ ആൻസേഴ്സിൻ്റെ അത് റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാൻ ഏറ്റവും പ്രോപ്പർലി ഇതൊന്നും കൂടി ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാവരും ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് എവ്രി വൺ. താങ്ക് യു സോ മച്ച്.